സാറേ നാളെ ക്ലാസ് രാവിലെയാണല്ലേ? രാവിലെയാണ് ക്ലാസ് നാളെ. ഞങ്ങൾക്ക് കോളേജിൽ ക്ലാസ് ഉള്ള ദിവസമായിരുന്നു. ശരി. എങ്ങനെയാണ് ഷെഡ്യൂൾ തന്നിട്ടുള്ളത്? നാളെ ഏതാ വിഷയം? ഏതാ? ഞങ്ങൾക്ക് സൈക്കോളജിയാ. സൈക്കോളജി ഉണ്ടാവും. എനിക്ക് എങ്ങനെയാണ് നാളെ ഷെഡ്യൂൾ തന്നിട്ടുള്ളത്? ഓക്കെ. അവരോട് റെക്കോർഡിങ് ചോദിച്ചു നോക്കുന്നുണ്ടോ? ചോദിച്ചായിരുന്നു. അപ്പോൾ സൈറ്റിൽ അത് എഡിറ്റിംഗ് ചെയ്യുക, സൈറ്റിൽ അപ്ലോഡ് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ ഇതുവരെ ഒന്നും വന്ന് കണ്ടില്ല. ആ ആ ആ കുറച്ചുകൂടെ ആളായിട്ട് തുടങ്ങാം കേട്ടോ. ഓക്കെ. എന്നാലും വരുന്ന കാണാനില്ലല്ലോ. ഇതാണ്
സാധാരണ വരുന്നവരും കാണാനില്ലല്ലോ ഒന്ന്. എല്ലാവരും നല്ല പഠിച്ചു കാണും സാറേ. ഇങ്ങനെ എല്ലാവരും സ്വന്തമായിട്ട് പഠിച്ചിട്ട് കാണും. അതെ അല്ലെ, ക്ലാസ്സിന്റെ ആവശ്യം ഉണ്ടാവില്ല അല്ലേ? ഉണ്ടാകാന്ന് തോന്നുന്നു. എന്തായാലും ഒന്ന് ഒരു 2 മിനിറ്റ് പാടൊന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് തുടങ്ങാം കേട്ടോ. ആ ശരി. നിങ്ങളുടെ എക്സാം വൈകാതെ ഉണ്ടാവുമല്ലോ. ഇന്നിപ്പോ മറ്റേ PGയുടെ 4th സെമ്മിന്റെ ഒക്കെ വന്നു. 27th ജൂൺ എന്ന് പറയുന്ന കാണുന്നുണ്ട്. അതെ, PGയുടെ വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് അസൈൻമെന്റ് സമർപ്പണം ഏകദേശം ആ ഡേറ്റിലാണ് പറഞ്ഞത്, ജൂൺ 20. ഓക്കെ അല്ലെ, എന്തായാലും അത് കഴിഞ്ഞിട്ടായിരിക്കും. ഇനി അതിനൊപ്പം ഉണ്ടാവില്ല. അത് അവരത് എന്താ വെച്ചാല് 4 പേപ്പർ 4 ദിവസം കൊണ്ട്, അതായത് ശനി ഞായർ, അടുത്ത ശനി ഞായർ, അങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഓ അതെയാ. അതെ. മറ്റേ നിങ്ങൾക്കൊക്കെ ഒരാഴ്ചത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നല്ലോ. ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട്, ഒരാഴ്ചയും 10 ദിവസം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതെ, അതില്ല. അപ്പൊ അതില്ലെങ്കിൽ ഭയങ്കര കഷ്ടമാണ്. പുസ്തകവും ഇല്ല, ഒന്നും തൊട്ട് നോക്കിയിട്ടില്ല. സാറ് എഴുതുന്ന ക്ലാസ്സുകളൊക്കെ അതിന്റെ ഓഡിയോ ഒക്കെ റെക്കോർഡാക്കിയിട്ട് രാവിലെ മോർണിംഗ് വാക്കിലൊക്കെ കേട്ടുകൊണ്ടാണ് ഇപ്പൊ ഏകദേശം മനസ്സിലാക്കുന്ന കാര്യങ്ങൾ. ഓക്കെ. അല്ല, എന്റെ ക്ലാസ് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യൂട്യൂബ് ക്ലാസ് ഞാൻ തരാമാണെങ്കിൽ അത് നിങ്ങൾ പഠിച്ചോ. അത് കുറച്ചുകൂടെ ഇത്ര ടൈം ലാഗായിട്ട് ഞാൻ പറയുന്നില്ല. കാരണം വെച്ചാൽ നമുക്ക് യൂണിവേഴ്സിറ്റി നോം ഉള്ളതുകൊണ്ട് നമുക്ക് 2 മണിക്കൂർ ഫിക്സ് ചെയ്യണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ലാഗ് ആക്കിയിട്ട്. അതെ, സംഭവം അത്ര ഒന്നും ഇല്ല, ഇത് സിമ്പിൾ ആണ്. ഞാൻ ഓൾറെഡി അതിന്റെ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വേണമെങ്കിൽ ഒന്ന് ചെയ്തു തരാം. ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ സാറ് ഷെയർ ചെയ്യാ? അങ്ങനെ ഗ്രൂപ്പിലാണോ അല്ല പേഴ്സണലായിട്ട് ചെയ്തത്? ഇപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ചാറ്റ് ബോക്സിൽ ഞാൻ വേണമെങ്കിൽ അയച്ചു തരാം. സാറ് ഞാൻ അയച്ചിട്ട് ഞാൻ സാറിനോട് ചോദിച്ചപ്പോൾ സാർ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അത് തന്നെയാണോ? സെയിം ആണോ? അതെ. അതാണെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, ഷാജിയേട്ടാ മെയിൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടത്. ഞാൻ ഒന്നുകൂടി ഫോർവേഡ് ചെയ്യാം. ഓക്കെ, അതൊന്ന് കേൾക്കണേ. കാരണം അതിലെന്താ വെച്ചാല് വളരെ എക്സാം ഓറിയന്റഡ് ആയിട്ട് വളരെ ഷോർട്ട് ആക്കിയിട്ട് തന്നെ, ഒരു റിവിഷൻ ഓറിയന്റഡ് സാധനമാണ്, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അത് സാറ് എടുത്ത ക്ലാസ് ആണോ, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ചെയ്യുന്ന റെക്കോർഡ് ക്ലാസ് ആണോ? അത് അല്ലല്ല, അത് ഞാൻ എന്റെ അക്കൗണ്ടിൽ ഇടുന്നതാണ്. ഓ അങ്ങനെ. ഓക്കെ. നിങ്ങൾക്ക് എന്താ വെച്ചാൽ ടൈമിന്റെ ഇഷ്യൂ ഉള്ളവർക്ക് വേണമെങ്കിൽ അത് ഉപയോഗിക്കാന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അത് ഒഫീഷ്യൽ സാധനമല്ല. നിങ്ങൾക്ക് ടൈമിന്റെ ഇഷ്യൂ വരികയാണെങ്കിൽ അത് ഉപയോഗിക്കുക. കാരണം ഇനി മിസ്സായതൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞതാണ്. എന്തായാലും തുടങ്ങിയല്ലേ, ഇനിയിപ്പോ എത്ര പേര് വരുന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. ഹോസ്റ്റ് ആക്കാൻ ആയിക്കോട്ടെ. ഓക്കെ, ഞാൻ ആക്കാം. എനിക്ക് വളരെ സന്തോഷം. കഴിഞ്ഞ ഞാൻ ലേറ്റ് ആയി പോയി. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, സെറ്റ് അല്ലേ? തുടങ്ങാം. ഓക്കെ സാർ. ഓക്കെ. എന്താ അവസ്ഥ നോക്കിയിരുന്നോ? കഴിഞ്ഞ ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞ് നാളത്തോടെ നമ്മളെ ക്ലാസ് കഴിയും. നാളെ രാവിലെയാണ് അല്ലേ ക്ലാസ്? ഓക്കെ, എന്തായാലും ഇനി 5ാമത്തെ ബ്ലോക്ക്. നമ്മൾ ഓൾറെഡി തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ തിങ്കേഴ്സിനെ കുറിച്ചാണ്, അല്ല മീൻസ്
ഓരോ പേഴ്സ്പെക്റ്റീവ്സിനെ കുറിച്ച് പറഞ്ഞ് നമ്മൾ അവസാനം ഇതിലേക്ക് എത്തുകയാണ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ അതിന്റെ ഭാഗമായിട്ടുള്ള ഇനി പഠിക്കാനുള്ളത് 5ാമത്തെ ബ്ലോക്കാണ്. അതായത് ഫസ്റ്റത്തെ യൂണിറ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള പേഴ്സ്പെക്റ്റീവ്സുകൾ ഉണ്ട്. അതിനെ കുറിച്ചാണ് ഇനിയുള്ള ഓരോ ബ്ലോക്കുകളും പഠിക്കാനുള്ളത്. അതിൽ ഇൻഡോളജി നമ്മൾ പഠിച്ചു കഴിഞ്ഞു, അതുപോലെ സ്ട്രക്ചറൽ ഫങ്ഷണലിസം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അതുപോലെ പിന്നെ ഏതാ പറഞ്ഞത്, പിന്നെ ഏതായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് എന്തായിരുന്നു? ലാസ്റ്റ് ക്ലാസ്സിൽ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? മാർക്സിസം അല്ലേ? മറന്നോ? മാർക്സിസത്തെ കുറിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഈ ഒരു യൂണിറ്റില് ബ്ലോക്ക് 5 സിന്തസിസ് ഓഫ് ടെക്സ്റ്റൽ ആൻഡ് ഫീൽഡ് വ്യൂസ്. അതായത് നമ്മളിപ്പോ ഒരിക്കൽ ടെക്സ്റ്റൽ വ്യൂവിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു, അതുപോലെ ഫീൽഡ് വ്യൂ 2ാമത്തേതിലും പറഞ്ഞു അല്ലെ. ഫസ്റ്റത്തെ 2ാമത്തെ ബ്ലോക്കിൽ നമ്മള് ഇൻഡോളജിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് പൂർണ്ണമായിട്ടും ടെക്സ്റ്റലാണ് ഉണ്ടായിരുന്നു അല്ലെ. അതുപോലെ എം.എൻ. ശ്രീനിവാസിനെ കുറിച്ച് പഠിച്ച സമയത്ത് ഫീൽഡ് ആണ് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയില്ലേ? രണ്ടിന്റെയും പാടൊരു മിക്സ്ചർ ആണ് ഇനി പഠിക്കുന്നത്. ഓക്കെ, ഇതിൽ ജസ്റ്റ് ആദ്യം ഇൻഡോളജിനെ കുറിച്ചൊരു ബ്രീഫായിട്ട് പറയുന്നുണ്ട്. പറഞ്ഞു പോവാം. ഇന്ത്യൻ സമൂഹത്തെ കുറിച്ചുള്ള പഠനത്തിന് പിന്നെ ബുക്ക് വ്യൂ അതൊക്കെ ഉണ്ടായിരുന്നല്ലോ, GS ഗുരുവരൊക്കെ ആയിരുന്നു. പിന്നെ സ്ട്രക്ചറൽ ഫങ്ഷണലിസം, ഫീൽഡ് വർക്കിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള നരവംശാസ്ത്രപരമായിട്ടുള്ള ഒരു സമീപനമാണ്. സാമൂഹിക ഘടകങ്ങളെ കുറിച്ച് ഫങ്ഷണൽ നിയമത്തിൽ എത്തിച്ചേരുന്നതിനായി ഗവേഷകര് നേരിട്ട് ഫീൽഡിൽ പോയി അവരുടെ ജീവിതം നിരീക്ഷിക്കുന്നു അല്ലെ. അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി. ആ ജസ്റ്റ് ഇതിൽ ഒന്നും കൂടെ പറയുന്നുണ്ട് എന്നുള്ളൂ. പാർട്ടിസിപ്പൻസ് ഒബ്സർവേഷൻ, അവിടെ താമസിച്ച് അവരിൽ ഒരു ഇതായിട്ട് ബുക്ക് വ്യൂവിനേക്കാൾ കൂടുതൽ അനുയോജ്യം ഫീൽഡ് വ്യൂ ആണെന്ന് ഇവർ വിശ്വസിച്ചു അല്ലെ. അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായി. പിന്നെ സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ സോഷ്യോളജി പഠനങ്ങളിൽ സ്വതന്ത്രാനന്തര കാലഘട്ടത്തിൽ ഫീൽഡ് വർക്കിനോടുള്ള താല്പര്യം വർദ്ധിച്ചു. എം.എൻ. ശ്രീനിവാസ്, S.C. ദിബ തുടങ്ങിയവര് ഇന്ത്യൻ ഗ്രാമങ്ങളിൽ പഠനം നടത്തുകയും സമകാലിക ജാതി, ലിംഗപദവി, ഗ്രാമീണ രാഷ്ട്രീയം എന്നിവയിലേക്ക് വെളിച്ചം വീശുകയൊക്കെ ചെയ്തു അല്ലെ. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിലൂടെയാണ് ഈ മോഡേണൈസേഷൻ, സാൻസ്ക്രിറ്റൈസേഷൻ തുടങ്ങിയിട്ടുള്ള മാറ്റങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ആശയങ്ങൾക്ക് വലിയ പ്രാധാന്യമൊക്കെ ലഭിച്ചത്, ഓർമ്മയില്ലേ? ജസ്റ്റ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഇതാണ് ഈ തുടക്കത്തിൽ ഈ ഡിസ്കഷൻ പാർട്ടിൽ ഇതിൽ പറയുന്നത്. പിന്നെ ബ്രിട്ടീഷുകാരുടെ കൊളോണിയൽ പേഴ്സ്പെക്റ്റീവ്സ്, ഇന്ത്യൻ വില്ലേജിനെ കുറിച്ച് കൊളോണിയൽ വൽക്കരണത്തിന്റെ ഒരു ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാല് ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകാലത്ത് ഇന്ത്യയെ ഗ്രാമങ്ങളുടെ നാടായിട്ട് ചിത്രീകരിക്കാൻ തുടങ്ങി. അതുപോലെ കൊളോണിയൽ ഭരണാധികാരികൾ ഇന്ത്യൻ ഗ്രാമങ്ങളെ സ്വയം പര്യാപ്തവും എന്നാൽ മാറ്റമില്ലാത്ത ഒരേപടി തുടരുന്നതുമായിട്ടുള്ള ഒരു വ്യവസ്ഥയായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ആ ഒരു സമയത്ത് അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. പാശ്ചാത്യർ ഇതിനെ ആധുനികതയിലേക്ക് മാറേണ്ട ഒരു പ്രീ മോഡേൺ അല്ലെങ്കിൽ പരമ്പരാഗത സമൂഹമായിട്ട് കണ്ടു. കൊളോണിയൽ ഭരണകാലത്ത് തകർച്ച നേരിട്ട് ഗ്രാമങ്ങളെ പാശ്ചാത്യർ സ്വാഗതം ചെയ്തു, കാരണം അത് ആധുനികവൽക്കരണത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പായിട്ടാണ് അവർ കണക്കാക്കിയിരുന്നത്. ഓക്കെ, ഇത് ബ്രിട്ടീഷുകാരുടെ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ഇതാണ് പറയുന്നത്. പിന്നെ നാഷണലിസ്റ്റ് ഡിസ്കോഴ്സ്, ഈ ഗാന്ധിയുടെ ഒരു വീക്ഷണത്തെ കുറിച്ചാണ് പിന്നീട് പറയുന്നത്. ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മഹാത്മാഗാന്ധിയും മറ്റ് നേതാക്കളും ഒക്കെ ഗ്രാമീണ ജീവിതത്തെയാണ് യഥാർത്ഥ ഇന്ത്യൻ സ്വത്തായിട്ട് ഉയർത്തിക്കാട്ടിയത്. മനസ്സിലായോ? അതായത് ഗാന്ധിജിയൊക്കെ എന്താണ് ഈ പറഞ്ഞ ഈ ഒരു ഇന്ത്യൻ സ്വത്വം എന്ന് പറയുന്നത് ഗ്രാമങ്ങളാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. രാഷ്ട്രീയ സ്വാതന്ത്ര്യം നേടുന്നത് പോലെ തന്നെ ഗ്രാമങ്ങളുടെ പുനർനിർമ്മാണം എന്ന് ഗാന്ധിജി പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ ആന്ധ്ര ബെറ്റ്ലിന്റെ നിരീക്ഷണം അനുസരിച്ച് ഇന്ത്യൻ ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും പാർപ്പിട മേഖലകൾ മാത്രമല്ല, മറിച്ച് ഇന്ത്യൻ മൂല്യങ്ങളുടെയും നാഗരികതയുടെയും ഒരു പ്രതിഫലനമാണ്. പ്രാദേശിക ജനങ്ങളുടെ സാമൂഹ്യ ബന്ധങ്ങളും അതുപോലെ എന്താണ് സാമൂഹ്യ ഘടനകളും നിരീക്ഷിക്കാൻ കഴിയുന്ന ഒരു പ്രധാന ഇടമായിട്ടൊക്കെയാണ് ആന്ധ്ര ബെറ്റ്ലി ഇതിനെ കാണുന്നത്. ഓക്കെ, ജസ്റ്റ് ഓരോരുത്തരുടെ ഒരു വ്യൂ ആണ് വില്ലേജ് ലൈഫിനെ കുറിച്ചും മറ്റുമൊക്കെ. പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 3ാം ലോക രാജ്യങ്ങളെ ആധുനികവൽക്കരണമെങ്കിൽ ഗ്രാമങ്ങളെ ആധുനികവൽക്കരിക്കണമെന്നായിരുന്നു പാശ്ചാത്യ സാമൂഹിക സിദ്ധാന്തത്തില് പറയുന്നത്. ഓക്കെ, അതായത് ഇന്ത്യ ഈ 3ാം ലോക രാജ്യങ്ങള്, ഈ തേർഡ് വേൾഡ് കൺട്രി, ഇപ്പൊ ഇന്ത്യയെ പോലെയുള്ള 3ാം ലോക രാജ്യങ്ങളെയൊക്കെ ആധുനികവൽക്കരിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ട് എന്തായിരുന്നു, പാശ്ചാത്യ
ഈ ഗ്രാമങ്ങളെ ആധുനികവൽക്കരിക്കണം എന്നായിരുന്നു ഒരു പാശ്ചാത്യ സാമൂഹിക സിദ്ധാന്തമായിട്ട് പറഞ്ഞിരുന്നത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ പുതിയ നയങ്ങളും തന്ത്രങ്ങളും ഒക്കെ കാരണം ഗ്രാമങ്ങളിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. ഇതോടെ ഗ്രാമ പഠനങ്ങളും പങ്കാളിത്ത നിരീക്ഷണവും വളരെ ജനപ്രിയമായിട്ട് മാറി എന്നുള്ളതാണ്. ഈ ഇൻഡോളജിക്കൽ സമീപനത്തിന്റെ സ്വാധീനം കുറയുകയും സ്ട്രക്ചറൽ ഫങ്ഷണലിസ്റ്റുകളുടെ ഫീൽഡ് വ്യൂവിന് വലിയ പ്രചാരം ലഭിക്കുകയൊക്കെ ചെയ്തു. ജസ്റ്റ് ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് GS ഗുരെ ഇൻഡോളജിക്കൽ സമ്പ്രദായത്തിന്റെ ശക്തനായിട്ടുള്ള ഒരു വ്യക്താവായിരുന്നു. അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥിയായിരുന്ന MN ശ്രീനിവാസ് അദ്ദേഹത്തെ ആംചെയർ സോഷ്യോളജിസ്റ്റ് എന്ന് വിളിച്ചു. അപ്പൊ ആംചെയർ സോഷ്യോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് പറയാ? GS ഗുരയെ ആര് വിളിച്ചതായിരുന്നു? MN ശ്രീനിവാസ് വിളിച്ചതായിരുന്നു ആംചെയർ സോഷ്യോളജിസ്റ്റ് എന്നുള്ളത്. ഇൻഡോളജിക്കൽ നിരീക്ഷണങ്ങളെ പിന്തുണക്കാനുള്ള ഒരു സാമഗ്രികൾ മാത്രമായിട്ടാണ് കണ്ടത്. അതായത് ഈ നിരീക്ഷണങ്ങളൊക്കെ ഇൻഡോളജിക്കൽ നിരീക്ഷണങ്ങളെ നിരീക്ഷിക്കാനുള്ള ഒരു ഇതായിട്ടൊക്കെയാണ് ഇത് കണ്ടത്. അവിടെയാണ് ഐരാവതി കാർവയുടെ മെത്തേഡ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഒരു രണ്ട് ഇതില് ഐരാവതി കാർവെ അതുപോലെ AM ഷാ എന്നീ രണ്ടുപേരെ കുറിച്ചാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഐരാവതി കാർവെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗുരയുടെ വിദ്യാർത്ഥി ആയിരുന്നു. ഈ രീതി പിന്തുടർന്നു. ഐരാവതി കാർവയും ഈ ഒരു രീതി, അതായത് ഗുര പിന്തുടർന്ന ആ രീതി പിന്തുടർന്നു. അവര് പുരാതന ഗ്രന്ഥങ്ങളിൽ നിന്ന് കുടുംബത്തിന്റെ ഒരു ആദർശ മാതൃക, ഒരു ഐഡിയൽ പിക്ചർ രൂപീകരിക്കുകയും അതിനെ തന്റെ ഫീൽഡ് ഡാറ്റയുമായിട്ട് താരതമ്യം ചെയ്യുകയും ചെയ്തു. നമ്മൾ ഈ പേപ്പറിന്റെ ഹെഡിങ് തന്നെ എന്താണ്? ഈ ഇതിന്റെ യൂണിറ്റിന്റെ സിന്തസിസ് ഓഫ് ടെക്സ്റ്റൽ ആൻഡ് ഫീൽഡ് വ്യൂ എന്നാണല്ലോ. അപ്പൊ അദ്ദേഹം ചെയ്തെന്താ വെച്ചാല് ഈ ഐരാവതി കാർവെ അവർ ചെയ്തത് എന്താന്ന് വെച്ചാൽ, ലേഡിയാണ് പുരാതന ഗ്രന്ഥങ്ങളിൽ നിന്ന് കുടുംബത്തിന്റെ ഒരു ആദർശ മാതൃക രൂപീകരിക്കുകയും അതിനെ തന്റെ ഫീൽഡ് ഡാറ്റയുമായിട്ട് താരതമ്യം ചെയ്തു. അപ്പൊ എന്ത് വന്നു? രണ്ടും വന്നു അല്ലെ? അവിടെ എന്ത് വന്നു? ഫീൽഡ് വർക്കും വന്നു, ഏതും പാടെ വന്നു? ഫീൽഡ് വർക്കിനൊപ്പം ഏതും പാടെ വന്നു? അവിടെ ഈ ഇൻഡോളജിയുടെ ടെക്സ്റ്റൽ രൂപം പാടെ വന്നു. അതാണ് സിന്തസിസ് എന്നോട് ഉദ്ദേശിക്കുന്നത്. ഇതിലൂടെ കൂട്ടുകുടുംബങ്ങൾ തകർച്ച നേരിടുന്നു എന്ന നിഗമനത്തിൽ ഐരാവതി കാർവെ എത്തിച്ചേരുകയും ചെയ്തു. ഓക്കെ. അതേസമയം മറ്റൊരാളാണ് AM ഷാ. ശ്രീനിവാസിന്റെ വിദ്യാർത്ഥിയായിട്ടുള്ള AM ഷാ കാർവെയുടെ ഈ ഒരു രീതിയെ ശക്തമായിട്ട് എതിർത്തു. ടെക്സ്റ്റുകളുടെ അടിസ്ഥാനമാക്കി മുൻകൂട്ടി നിശ്ചയിച്ച ആശയങ്ങളിലേക്ക് ഫീൽഡ് ഡാറ്റയെ കൊണ്ടുവരുന്നത് തെറ്റായിട്ടുള്ള ഒരു രീതിശാസ്ത്രമാണെന്ന് അദ്ദേഹം വാദിച്ചു. അപ്പോ ഐരാവതി കാർവെ എന്താണ് ഈ ഡാറ്റയുമായി താരതമ്യം ചെയ്ത് കൂട്ടുകുടുംബങ്ങൾ തകർച്ച നേരിടുന്നു എന്നൊരു നിഗമനത്തിൽ എത്തിച്ചേരുമ്പോൾ AM ഷാ എന്ന് പറയുന്ന ശ്രീനിവാസിന്റെ വിദ്യാർത്ഥി, ശ്രീനിവാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MN ശ്രീനിവാസ് ആട്ടോ, അല്ലാതെ നമ്മുടെ സിനിമാ നടൻ അങ്ങനെ ഒന്നും ഉദ്ദേശിക്കരുത്. MN ശ്രീനിവാസിന്റെ മകനായിട്ടുള്ള ശ്രീനിവാസിന്റെ വിദ്യാർത്ഥി ആയിട്ടുള്ള AM ഷാ ഈ കാർവയുടെ ഈ രീതികളെ ശക്തമായിട്ട് എതിർത്തു. അപ്പൊ അതിൽ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഐരാവതി കാർവെ ഗുരയുടെ വിദ്യാർത്ഥിയാണ്, AM ഷാ MN ശ്രീനിവാസിന്റെ വിദ്യാർത്ഥിയാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് പോയിന്റ്സ് കിട്ടുന്നുണ്ട്. ടെക്സ്റ്റുകളുടെ അടിസ്ഥാനമാക്കി മുൻകൂട്ടി നിശ്ചയിച്ച ആശയങ്ങളിലേക്ക് ഫീൽഡ് ഡാറ്റയെ കൊണ്ടുവരുന്നത് തെറ്റായിട്ടുള്ള രീതിശാസ്ത്രമാണെന്ന് അദ്ദേഹം വാദിച്ചു. അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ടെസ്റ്റുകളുടെ അടിസ്ഥാനമാക്കി എന്തെങ്കിലും മുൻകൂട്ടി നിശ്ചയിച്ച ആശയങ്ങളിലേക്ക്, ഓൾറെഡി ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് അറിയുന്ന അല്ലെങ്കിൽ ഓൾറെഡി സെറ്റ് ചെയ്തൊരു കാര്യമാണല്ലോ, അതിലേക്ക് ഫീൽഡ് ഡാറ്റയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതൊരു തെറ്റായിട്ടുള്ള രീതിശാസ്ത്രമാണ് എന്ന് അദ്ദേഹം വാദിച്ചു. യഥാർത്ഥ സോഷ്യോളജിക്കൽ സിദ്ധാന്തങ്ങൾ, തിയറികൾ രൂപപ്പെടേണ്ടത് ഫീൽഡിൽ നിന്നുള്ള വസ്തുനിഷ്ഠാപരമായിട്ടുള്ള നിരീക്ഷണങ്ങളിൽ നിന്നാണ് എന്നാണ് AM ഷാ പറഞ്ഞത്. മനസ്സിലായോ? ഈ പോയിന്റ് എന്താണ്? മനസ്സിലായോ? അതായത് കാർവെ എന്താ ചെയ്തത്? ഈ ടെക്സ്ച്വലും അതുപോലെ എന്താണ് ഇൻഡോളജിക്കലും പാടെ ഒന്നിച്ചാണ് ഇതായത്. അപ്പൊ അതേസമയം ഈ ഒരു പോയിന്റിനെ ആര് ഒപ്പോസ് ചെയ്യാണ് ചെയ്യുന്നത്? AM ഷാ ഒപ്പോസ് ചെയ്യാണ് ചെയ്യുന്നത്. ടെക്സ്റ്റുകളുടെ അടിസ്ഥാനമാക്കി മുൻകൂട്ടി നിശ്ചയിച്ച ആശയങ്ങളിലേക്ക് ഫീൽഡ് ഡാറ്റയെ കൊണ്ടുവരുന്നത് തെറ്റായിട്ടുള്ള ഒരു രീതിശാസ്ത്രമാണെന്ന് അദ്ദേഹം വാദിക്കുകയും യഥാർത്ഥ സോഷ്യോളജിക്കൽ തിയറികൾ രൂപപ്പെടേണ്ടത് ഫീൽഡിൽ നിന്നുള്ള വസ്തുനിഷ്ഠാപരമായിട്ടുള്ള നിരീക്ഷണങ്ങളിൽ നിന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാർവെ പിന്തുടരുന്നത് ഒരു നോർമാറ്റീവ് അല്ലെങ്കിൽ ഒരു പ്രിസ്ക്രിപ്റ്റീവ്, ഓൾറെഡി പ്രിസ്ക്രൈബ് ചെയ്ത ആ രീതിയാണ്. അതായത് ഇന്ത്യൻ കുടുംബം എന്നാൽ കൂട്ടുകുടുംബമായിരിക്കണം എന്ന് അവര് മുൻകൂട്ടി നിശ്ചയിച്ചു. ഒരു പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു ഓൾറെഡി ഇതായിട്ടുള്ള അതായിരിക്കണം. അതായത് ഇപ്പോ ഇന്ത്യൻ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്കിപ്പോ ഇന്ത്യൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്രാമങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. അപ്പൊ ഗ്രാമങ്ങളാവുമ്പോൾ സ്വാഭാവികമായിട്ടും ജോയിന്റ് ഫാമിലി ആയിരിക്കും അല്ലെ?
നമ്മളെ മനസ്സിലിപ്പോ സ്വാഭാവികമായിട്ട് കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ത്യൻ സമൂഹത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ആലോചിക്കുന്നത് അതിപ്പോ ഒരു കൂട്ടുകുടുംബമായിരിക്കും. അങ്ങനെ ആ ഒരു മുൻകൂട്ടി നിശ്ചയിച്ചു. എന്നാൽ ഷാ എന്താണ്, ഫീൽഡ് വർക്കിലൂടെ ഈ ഒരു സങ്കല്പത്തെ ചോദ്യം ചെയ്തു. കൂട്ടുകുടുംബമാണ് യഥാർത്ഥ മാതൃകയെന്നും ന്യൂക്ലിയർ കുടുംബം അതിൽ നിന്നുള്ള വ്യതിചലനമാണെന്നുള്ള വാദങ്ങളെ അദ്ദേഹം തിരുത്തി. ഓക്കെ, അത് ജസ്റ്റ് അതാണ് ഇതില് ബ്രീഫായിട്ട് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാണ് ചെയ്യുന്നത്. പിന്നീട് ഐരാവതി കാർവയുടെ ലൈഫ് ഹിസ്റ്ററിയാണ് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സോഷ്യോളജിസ്റ്റും നരവംശ ശാസ്ത്രജ്ഞയാണ് ഐരാവതി കാർവെ. GS ഗുരയുടെ കീഴിലാണ് അവർ സോഷ്യോളജി പഠിച്ചത്. 1905 ഡിസംബർ 15 ജനിച്ചു. 1970 ഓഗസ്റ്റ് 11 മരിച്ചു. ഇന്ത്യയിലെ സോഷ്യോളജി എന്നൊരു വിഷയം ശാസ്ത്രശാഖയായിട്ട് വളരുകയും പ്രൊഫഷണലൈസ് ചെയ്യപ്പെടുകയും ചെയ്ത ഘട്ടങ്ങളിലൂടെയാണ് അവര് ജീവിച്ചത്. മഹാരാഷ്ട്ര സ്വദേശിയായിട്ടുള്ള അവര് മറാത്തി ഭാഷയിൽ നിരവധി കൃതികൾ രചിച്ചിട്ടുണ്ട്. ഫെർഗൂസൺ കോളേജിൽ നിന്ന് ഫിലോസഫിയിൽ ബിരുദവും നേടിയ ശേഷം സോഷ്യോളജി തെരഞ്ഞെടുത്തത്. ഗുരുയുടെ കീഴില് ഫോക്ലോർ ഓഫ് പരശുറാം, ചിത്ഭവൻ ബ്രാഹ്മൺ എന്നീ പ്രബന്ധങ്ങൾ സമർപ്പിച്ചു. ആരോ നോട്ട് എഴുതി വെച്ചു കേട്ടോ, പരശുറാം ആൻഡ് ചിത്ഭവൻ ബ്രാഹ്മൺ 101ാമത്തെ പേജിൽ പറയുന്നുണ്ട്. എന്നീ പ്രബന്ധങ്ങളാണ് അവർ സമർപ്പിച്ചത്. 1928 മുംബൈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA ബിരുദം നേടി. ജർമ്മനിയിലെ ബെർലിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് യൂജിൻ ഫിഷറിന്റെ കീഴിലെ ആന്ത്രപ്പോളജിയിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കി. ഓക്കെ, ഇന്ത്യയിൽ ഡോക്ടറേറ്റിന് ശേഷം അവർ പുനെ യൂണിവേഴ്സിറ്റിയിൽ പ്രവർത്തിച്ചു. 1947 ന്യൂഡൽഹിയിൽ നടന്ന നാഷണൽ സയൻസ് കോൺഗ്രസിന്റെ ആന്ത്രപ്പോളജി വിഭാഗം അധ്യക്ഷയായിരുന്നു. പുനെ യൂണിവേഴ്സിറ്റിയുടെ സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റ് മേധാവിയായും SNDT കോളേജിൽ ചുരുങ്ങിയ കാലം വൈസ് ചാൻസലറായിട്ടൊക്കെ അവര് സേവനമനുഷ്ഠിച്ചു. 1951-52 കാലഘട്ടത്തിൽ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ സ്കൂൾ ഓഫ് ഓറിയന്റൽ ആൻഡ് ആഫ്രിക്കൻ സ്റ്റഡീസിൽ അതിഥിയായിരിക്കുകയാണ് ഇന്ത്യയിലെ ബന്ധുത്വ വ്യവസ്ഥയെ കുറിച്ചുള്ള പുസ്തകത്തിന്റെ ആദ്യ കരട് തയ്യാറാക്കിയത്. അവരുടെ ഒരു പ്രധാന ഇതായിരുന്നു കിൻഷിപ്പ് ഓർഗനൈസേഷൻ ഇന്ത്യ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് പറയാം. റോക്ക്ഫെല്ലർ ഫൗണ്ടേഷന്റെ ക്ഷണപ്രകാരം US സഞ്ചരിക്കുകയും ആന്ത്രപ്പോളജിക്കൽ ചർച്ചകളിലൊക്കെ പങ്കാളിയാവുകയും ചെയ്തു. അവര് പ്രധാനമായിട്ടും ഇൻഡോളജിക്കൽ പുരാതന സംസ്കൃത ഗ്രന്ഥങ്ങളിലൂടെ സമകാലിക ആചാരങ്ങളെ മനസ്സിലാക്കാനാണ് അവർ ശ്രമിച്ചത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ഗുരുയെ പോലെ അവരും വിശ്വസിച്ചിരുന്നത് ഇന്ത്യൻ സമൂഹത്തെ മനസ്സിലാക്കാൻ ബന്ധുത്വം, ജാതി, മതം എന്നിവ പഠിക്കണം എന്നാണ്. ഇരുവരും വലിയൊരു പരിധി വരെ ഇന്ത്യൻ സമൂഹത്തെ ഒരു ഹിന്ദു സൊസൈറ്റി, ഹൈന്ദവ സമൂഹമായിട്ടാണ് കണ്ടത്. ജർമ്മനിയിലെ പഠനകാലത്ത് അവരിൽ വലിയൊരു സ്വാധീനം ചെലുത്തി. റേസ്, അതായത് ഈ വംശമൊക്കെ ഉണ്ടല്ലോ, റേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വംശം എന്ന് പറയില്ല, അതിനെക്കുറിച്ച് പഠിക്കുന്നതിനായി ശാരീരിക സവിശേഷതകൾ അടയാളപ്പെടുത്തുന്ന രീതിയായിരുന്നു ജർമ്മൻ ആന്ത്രപ്പോളജിക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ ജർമ്മനിയിലെ പഠനകാലം അവരിൽ വലിയൊരു ഉണ്ടാക്കി എന്നുള്ളതാണ്. അതുപോലെ സാമൂഹിക സാമ്പത്തിക ഗവേഷണങ്ങളും പുരാവസ്തു പര്യവേഷണങ്ങളും അവരുടെ പഠനങ്ങളുടെ ഭാഗമായിരുന്നു. എത്നോഗ്രഫിക് പാരമ്പര്യത്തിന്റെ ഭാഗമായി അവര് വിപുലമായിട്ടുള്ള സർവേകളും മറ്റൊക്കെ നടത്തി. കാർവയുടെ ഈ ഒരു ഇൻഡോളജിക്കൽ പാരമ്പര്യമായിട്ട് ബന്ധിപ്പിക്കാറുണ്ടെങ്കിലും അവരുടെ രീതി വെറും ഒരു ടെക്സ്റ്റൽ വ്യൂവിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അപ്പൊ ഈ ഒരു പോയിന്റ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. നമ്മൾ ഓൾറെഡി പറയുന്നുണ്ട് സിന്തസിസ്, സമന്വയം എന്ന് പറയുന്നത്. കാർവയുടെ ഇൻഡോളജിക്കൽ പാരമ്പര്യമായി ഐരാവതി കാർവയുടെ ഇതൊക്കെ നമ്മൾ പൊതുവെ ഇൻഡോളജിക്കൽ പാരമ്പര്യമാണ് എന്ന് പറയാറുണ്ടെങ്കിലും അവരുടെ കാര്യങ്ങൾ ഒരിക്കലും എന്താണ് ഒരു ടെക്സ്റ്റൽ വ്യൂവില്, അതായത് ഇൻഡോളജിക്കൽ വ്യൂവില് മാത്രം കാണുന്ന ഒന്നല്ല. പുരാതന ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള വാദങ്ങളെ വിപുലമായിട്ടുള്ള ഫീൽഡ് വർക്ക് കണ്ടെത്തലുകളിലൂടെയും അതുപോലെ ജനിതക തെളിവുകളിലൂടെയും അവരെ പൂരിപ്പിച്ചു. അതുപോലെ ജാതി എന്നത് ഇൻഡോ ആര്യൻ സംസ്കാരത്തിന്റെ ഉൽപ്പന്നമാണെന്ന തന്റെ ഗുരുവായ ഗുരയുടെ പ്രധാന വാദത്തെ പോലും സ്വന്തം ഫീൽഡ് ഡാറ്റ ഉപയോഗിച്ച് ഐരാവതി കാർവെ ചോദ്യം ചെയ്യുകയുണ്ടായി. അപ്പൊ ജസ്റ്റ് ഇത്ര മനസ്സിലാക്കുക. ഇവരുടെ ഒരു ഇത് ഞാൻ ഓൾറെഡി പിന്നെ പറയുന്നത് എന്താ വെച്ചാല് ഇതിന്റെ ഒരു മിക്സ്ചർ ആയിരുന്നു. ഇൻഡോളജിയുടെയും ഫീൽഡ് വർക്കിന്റെ ഒരു മിക്സ്ചർ ആയിട്ടായിരുന്നു ഇവരുടെ പഠനങ്ങൾ ഉണ്ടായിരുന്നത്. അതായത് ഇൻഡോളജിക്കലായിട്ട് കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ അവരെന്ത് ചെയ്തു, അതായത് ടെക്സ്റ്റൽ വ്യൂവിൽ മാത്രം ഒതുങ്ങുന്ന കാര്യങ്ങൾ എന്ത് ചെയ്തു, അതായത് ഈ പുരാതന ഗ്രന്ഥങ്ങളിലും മറ്റൊക്കെ ഉള്ള വാദങ്ങളെ അവര് ഫീൽഡ് വർക്കിലൂടെ കണ്ടെത്തി എന്നുള്ളതാണ്. അതിലൂടെ അതിനുള്ളൊരു എത്രത്തോളം സത്യമാണ് എന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു എന്നുള്ളതാണ് ഇവരുടെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. അപ്പൊ നമ്മൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. ഫീൽഡ് വ്യൂ എന്താന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ബ്രിട്ടീഷുകാർ
എക്സാമിന് നമ്മൾ ഇത്രയൊക്കെ വിവരിച്ച് ചെയ്താണോ? ഇല്ലില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, അവരെ കുറിച്ചൊരു ബ്രീഫ് ആയിട്ടുള്ള ഒരു സാധനം കൊടുത്താൽ മതി നിങ്ങള്. ഈ കാറുവിനെ കുറിച്ച് അവരെ കുറിച്ചുള്ള ഒരു ചരിത്രം ഇത്രയൊന്നും എഴുതണ്ട, നിങ്ങൾ ബ്രീഫ് ആയിട്ട് അവരെ കുറിച്ചുള്ള ഒരു സാധനം കൊടുത്താൽ മതി. ഓക്കെ, ഞാൻ പറഞ്ഞില്ല, നമുക്ക് പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയണം, അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഒരു മിനിറ്റ്. ശരി ശരി. ഓക്കെ, അപ്പൊ ഇത്രയാണ് ബേസിക് ആയിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അത് ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഭാഗം നോക്കല്ലേ? ഇതില് പ്രധാനപ്പെട്ട ഒരു പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള, ലോങ് എസ്സേയിലൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ഇനി പറയുന്നത്. ഓക്കെ, നമ്മൾ ഓൾറെഡി പുസ്തകത്തിൽ കാണുന്നുണ്ടാവും, കിൻഷിപ്പ് ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, ഐരാവതി കാർവയുടെ ഏറ്റവും പ്രശസ്ത പുസ്തകമായിട്ടുള്ള കിൻഷിപ്പ് ഓർഗനൈസേഷൻ ഇന്ത്യ 1953 പ്രസിദ്ധീകരിച്ചത്. ഈ ഒരു പുസ്തകം തയ്യാറാക്കുന്നതിന് മുമ്പ് അവര് വേദകാലത്തെ ആചാരങ്ങളുമായി ബന്ധപ്പെടുത്തി നിരവധി ലേഖനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഐരാവതി കാർവേന്റെ ഒരു പുസ്തകം ഏതാണ് നമുക്ക് പറയാൻ പറ്റുന്ന ഏതാണ്? കിൻഷിപ്പ് ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. അവര് ഈ ഇതില് ഇന്ത്യയിലെ ബന്ധുത്വ വ്യവസ്ഥകൾ, ഇതിൽ പ്രധാനമായിട്ടും കിൻഷിപ്പിനെ കുറിച്ചാണ്. കിൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. കിൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബന്ധുത്വം എന്ന് പറയില്ലേ, നമ്മളെ ബന്ധുക്കൾ, ഫാമിലിന്റെ പോലെ തന്നെ ബന്ധുക്കൾ ഉണ്ടാവും, ഫാമിലിയിൽ കുറെ ബന്ധുക്കൾ, അതിനെ കുറിച്ചാണ്. ഇന്ത്യയിലെ ബന്ധുത്വ വ്യവസ്ഥകളെ പഠിക്കാൻ അവരൊരു ചരിത്രപരമായിട്ടുള്ള കാഴ്ചപ്പാടാണ് സ്വീകരിച്ചത്. പ്രാദേശിക വ്യത്യാസങ്ങളും ബന്ധുത്വ മാതൃകകളും മനസ്സിലാക്കാൻ അവർ എത്നോഗ്രഫിക് ഉറവിടങ്ങളെ, അതുപോലെ സംസ്കൃത ഗ്രന്ഥങ്ങള്, നാടോടി സാഹിത്യങ്ങള് എന്നിവയൊക്കെ ഉപയോഗിച്ചു. ഓക്കെ, അപ്പൊ അവര് ഈ ഇതിനെ കുറിച്ച് മനസ്സിലാക്കാൻ ഉപയോഗിച്ച പ്രധാന കാര്യങ്ങളാണ് ഒന്ന് എത്നോഗ്രഫി നമ്മൾ ഫസ്റ്റ് ഡേയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സമൂഹത്തെ, സംസ്കാരത്തെ കുറിച്ച് അവിടെ പോയിട്ട് പഠിക്കുക എന്നുള്ളത്. അപ്പൊ അത് ഫീൽഡ് വർക്കിന്റെ ഭാഗമായിട്ട് പറഞ്ഞു. മറ്റൊന്ന് എന്താണ്? സംസ്കൃത ഗ്രന്ഥങ്ങള്, അതുപോലെ നാടോടി സാഹിത്യങ്ങൾ. അത് നമുക്ക് എന്തിന്റെ ഭാഗമായിട്ട് പറയാം? ടെക്സ്റ്റൽ പെർസ്പെക്റ്റീവ്, അല്ലെങ്കിൽ എന്താണ്, ഇൻഡിയോളജിക്കൽ എന്നുള്ള ഇതിൽ പറയാം. പ്രധാനമായിട്ടും അവരുടെ ഭാഷാപരമായിട്ടുള്ള ഘടന, ജാതി, കുടുംബ സംഘടന എന്നിവയിലൂടെയാണ് അവർ ബന്ധുത്വത്തെ മനസ്സിലാക്കിയത്. അതായത് അവരുടെ പഠനത്തിന്റെ പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഭാഷാപരമായിട്ടുള്ള ഘടന, ജാതി, കുടുംബ സംഘടന, ഫാമിലി ഓർഗനൈസേഷൻ. ഇതിലൂടെയാണ് അവർ ഈ ഒരു ബന്ധുത്വത്തെ മനസ്സിലാക്കിയത്. പ്രധാനമായിട്ടും അവർ 4 സോണുകളായിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കാൻ, ഇതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഇന്ത്യയെ 4 സാംസ്കാരിക സോണുകളായിട്ട് അവർ തിരിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് നോർത്ത് സോണ്, അതുപോലെ മറ്റൊന്ന് സെൻട്രൽ സോണ്, സൗത്ത് സോണ്, അതുപോലെ ഈസ്റ്റേൺ സോണ്. ഓക്കെ, ഇന്ത്യയെ 4 ഭാഗങ്ങളാക്കി ആ ഒരു 4 മാതൃകകളെ കുറിച്ചാണ് അവർ പഠിച്ചത്. അവ ആ ഒരു പഠന ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു? ഭാഷാപരമായിട്ടുള്ള ഘടന, ജാതി, കുടുംബ സംഘടന. ഇതിലൂടെ അവർ ബന്ധുത്വത്തെ മനസ്സിലാക്കാനാണ് ശ്രമിച്ചത്. അങ്ങനെ അവർ 4 കൾച്ചറൽ സോണുകൾ, 4 മേഖലകളായിട്ട് ഇന്ത്യയെ തിരിക്കുകയും അതിനനുസരിച്ച് എന്തെയ്തു അവര് പഠനങ്ങൾ നടത്തുകയും ചെയ്തു. ഓക്കെ, ഈ ഒരു ഇന്ത്യൻ കിൻഷിപ്പിനെ കുറിച്ച് പഠിക്കാൻ ഇന്ത്യയിൽ ഉടനീളം ഈ ബന്ധുത്വ വ്യവസ്ഥയിൽ പ്രാദേശിക വൈവിധ്യങ്ങൾ ഉണ്ടെങ്കിലും അവയെ ഒന്നിപ്പിക്കുന്ന 2 അടിസ്ഥാന തത്വങ്ങൾ കാർവ കണ്ടെത്തി. അതായത് ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മൾ ഇവിടെ ഉള്ള അതേപോലെയുള്ള കിൻഷിപ്പ് സിസ്റ്റം അല്ല എവിടെ ഉണ്ടാവുക, പേരുകളായാലും മറ്റൊക്കെ. ഇപ്പൊ നമ്മൾ ഇവിടെ എന്താണ്, ഏട്ടൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിളിക്കുമ്പോൾ മറ്റു നോർത്തേൺ സൈഡിൽ നമ്മൾ ഏട്ടൻ എന്ന് വിളിക്കുമോ? അവിടെ എന്താണ്, ബായിന്നോ അങ്ങനെ എന്തെങ്കിലും വെക്കാനോ? കാരണം ഭാഷാപരമായിട്ട് മാറ്റം വന്നു. ആളും ഒരേ ആൾ തന്നെയല്ലേ, ബ്രദർ എന്നുള്ളത് തന്നെയല്ലേ, പക്ഷെ എന്താണ്, ഭാഷാപരമായിട്ടുള്ള മാറ്റം വന്നു. അങ്ങനെ അദ്ദേഹം എന്താണ്, ഓരോ പ്രാദേശികമായിട്ട് ഓരോ സ്ഥലത്തും വ്യത്യസ്തമാണ് എന്ന് അദ്ദേഹം കണ്ട്, വൈവിധ്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയെങ്കിലും അദ്ദേഹം 2 അടിസ്ഥാന തത്വങ്ങൾ, ഇതിനൊക്കെ ഈ 4 ഏരിയയിലും പരസ്പരം ബന്ധിപ്പിക്കുന്ന 2 അടിസ്ഥാന തത്വങ്ങൾ അദ്ദേഹം കണ്ടെത്തി.
അതൊന്നാണ് കാസ്റ്റ് എൻഡോഗമി. കാസ്റ്റ് എൻഡോഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഓർമ്മ ഉണ്ടാവും? നമ്മള് എൻഡോഗമി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാസ്റ്റത്തെ കുറിച്ച് GS ഗുരെ, ലൂയിസ് ഡൂമണ്ട് ഇവരൊക്കെ കുറിച്ച് പഠിച്ച സമയത്ത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തില് സ്വന്തം ജാതിക്കോ ഗോത്രത്തിനോ ഉള്ളിൽ നിന്ന് മാത്രമേ വിവാഹം അനുവദനീയമായിരുന്നുള്ളൂ. ആണോ അല്ലേ? അതായത് കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്വജാതീയ വിവാഹല്ലേ? അതെ, എൻഡോഗമി, അതായത് ജാതിക്കുള്ളിൽ നിന്നുള്ള വിവാഹം. ഓക്കെ. പിന്നെ മറ്റൊന്ന് ക്ലാൻ എക്സോഗമി. മറ്റൊരു അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള 2 കാര്യങ്ങൾ പോയിന്റ് ആയിട്ട് എല്ലായിടത്തും കോമൺ ആയിട്ട് അദ്ദേഹം കണ്ടെത്തി. എങ്ങനെ? സ്വഗണ വിവാഹം, സ്വജാതി വിവാഹം. അതെ അതെ അതെ. രണ്ടാമത്തെ ഒരു കാര്യമാണ് ക്ലാൻ എക്സോഗമി. എക്സോഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എൻഡോഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വജാതി, എക്സോഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പുറത്തുനിന്നുള്ള കുടുംബത്തിനുള്ളിലെ വിവാഹം, അതായത് മാതാപിതാക്കളും മക്കളും തമ്മിലോ സഹോദരങ്ങൾ തമ്മിലുള്ള വിവാഹം കർശനമായിട്ട് നിരോധിച്ചിരുന്നു. എക്സോഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത്. കാരണം കല്യാണങ്ങൾ നടക്കുന്നതാണ് പുറത്തുനിന്നാണ്, ഉള്ളിൽ നിന്ന് കല്യാണം കഴിക്കില്ല. അതായത് ഇപ്പൊ എന്താണ്? മാതാപിതാക്കളും മക്കളും തമ്മിൽ, ഇപ്പൊ ഞാൻ എന്റെ മക്കളെ അല്ലെങ്കിൽ അതുപോലെ എന്താണ് ഞാൻ എന്റെ സഹോദരിയെ, അങ്ങനെ അത്തരത്തിലുള്ള വിവാഹങ്ങൾ കർശനമായി. അത് ഫസ്റ്റത്തെ. രണ്ടാമത്തെ എന്താണ്? ഗോത്രബാഹ്യ വിവാഹം, ക്ലാനിന് പുറത്തുനിന്നുള്ള വിവാഹം ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഞാന് കുടുംബത്തിലുള്ള ഉള്ളിലെ വിവാഹം, അതായത് മാതാപിതാക്കളും മക്കളും തമ്മിലോ സഹോദരങ്ങൾ തമ്മിലുള്ള വിവാഹം കർശനമായിട്ട് നിരോധിച്ചിരുന്നു. ഓക്കെ. അപ്പൊ അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ള ഈ വ്യത്യസ്തമായിട്ടുള്ള അവര് എന്താണ് പ്രാദേശികമായിട്ടുള്ള ഈ ഒരു വൈവിധ്യങ്ങൾ ഒരുപാടുണ്ടെങ്കിലും എല്ലായിടത്തും കോമൺ ആയിട്ട് അവർക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കാസ്റ്റ് എൻഡോഗമിയും അതുപോലെ ക്ലാൻ എക്സോഗമി ആയിരുന്നു. കാസ്റ്റ് എൻഡോഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്വന്തം ജാതിക്കോ ഗോത്രത്തിനുള്ളിൽ നിന്ന് മാത്രമേ വിവാഹം അനുവദനീയമായിരുന്നുള്ളൂ. രണ്ടാമത്തെ ക്ലാൻ എക്സോഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുടുംബത്തിനുള്ളിലെ വിവാഹം, അതായത് മാതാപിതാക്കളും മക്കളും തമ്മിലോ സഹോദരങ്ങൾ തമ്മിലോ ഉള്ള വിവാഹം കർശനമായിട്ട് നിരോധിച്ചിരുന്നു എന്നുള്ളതാണ്. ക്ലിയർ ആണോ? ഓക്കെ. ഇനി നമുക്ക് കല്യാണം കഴിക്കില്ല അല്ലെ? അതെ അതെ. അടുത്ത ബന്ധുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കളും മക്കളും നമ്മൾ കഴിക്കാറുണ്ടോ? ഇല്ലല്ലോ. സഹോദരങ്ങൾ തമ്മിൽ കഴിക്കുവോ? ഇല്ലല്ലോ. ആരുതാണ് അവിടെ പറയുന്നത്. ഓക്കെ. ഇനി ഞാൻ പറഞ്ഞല്ലോ 4 കൾച്ചറൽ സോണുകളായിട്ട് കിൻഷിപ്പ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. അതിൽ ഒന്നാമത്തതാണ് നോർത്തേൺ സോൺ. നോർത്തേൺ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പഞ്ചാബ്, സിന്ധ്, ഹിന്ദി, ആസാമി, ബീഹാരി, ബംഗാളി, പഹാഡി, നേപ്പാളി ഭാഷ പ്രദേശങ്ങൾ. ഏതൊക്കെയാണ് പുസ്തകത്തിലുണ്ട്? ഫസ്റ്റ് തന്നെ 102 ആ ഒരു 1 എഴുതിയത് കണ്ടാവും. നോർത്തേൺ സോൺ പഞ്ചാബ്, സിന്ധ്, ഹിന്ദി, ആസാമി, ബീഹാരി, ബംഗാളി, പഹാഡി, നേപ്പാളി ഭാഷാ പ്രദേശങ്ങളായിരുന്നു ഇവിടെ ഈ ഒരു മേഖല, നോർത്തേൺ സോണിൽ പെട്ട മേഖലകൾ. ഞാൻ പറഞ്ഞില്ലേ 4. പറയോ? എങ്ങനെ? പേജ് നമ്പർ ഒന്ന് പറയാവോ? 102 102. നമ്മളെ പുസ്തകത്തിൽ 97 എന്നാണുള്ളത്. ഓക്കെ ഓക്കെ ശരി. എന്റെ ബുക്കിൽ 102 കാണിക്കുന്നത്. ഓക്കെ. അപ്പൊ ഈ ഭാഷാ പ്രദേശങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇൻഡോ യൂറോപ്യൻ അല്ലെങ്കിൽ സംസ്കൃത അധിഷ്ഠിത വ്യവസ്ഥയാണ് അവിടെ ഉണ്ടായിരുന്ന സാമൂഹിക ഘടന എന്ന് പറയുന്നത്. ഇൻഡോ യൂറോപ്യൻ അല്ലെങ്കിൽ സാൻസ്ക്രിത് ഓർഗനൈസേഷൻ ആയിരുന്നു. ഇവിടുത്തെ പ്രധാന ലീനേജ് അല്ലെങ്കിൽ പിതൃവഴി സ്വത്തവകാശം, അതായത് പിതൃവഴി, നിങ്ങൾ ഈ പാട്രിയാർക്കൽ എന്നൊക്കെ കേട്ടിട്ടില്ലേ? പാട്രിലീനിയൽ ഇൻഹെറിറ്റൻസ്, പിതാവ് വഴി മാതാവ് വഴിയൊക്കെ സ്വത്തവകാശം മറ്റും പോകുന്ന ആരത്. അപ്പോൾ പിതൃവഴി സ്വത്തവകാശം, പിതൃസ്ഥാനീയ താമസ രീതിയാണ് അവിടെ പിന്തുടരുന്നത്. മക്കളും അവരുടെ കുടുംബങ്ങളും ഒരേ പ്രദേശത്തോ ഗ്രാമത്തിലോ ഒരുമിച്ച് താമസിക്കുന്നുണ്ടായിരുന്നു. ഒരു വലിയ കൂട്ടം ബന്ധുക്കൾക്കിടയിലും നിശ്ചിത പ്രദേശങ്ങളിലും വിവാഹത്തിന് കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളുണ്ട്. ബന്ധുക്കൾക്കിടയിലും അതുപോലെ നിശ്ചിത പ്രദേശങ്ങളിലും വിവാഹത്തിന് കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളുണ്ട്. ഗ്രാമങ്ങൾ അതുപോലെ ഗോത്രങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കിയിട്ടാണ് എക്സോഗമി, പുറത്തേക്കുള്ള വിവാഹങ്ങൾ അവിടെ നടക്കുന്നത്. അതുപോലെ പിതൃ കുടുംബത്തിനുള്ളിലെയും അതുപോലെ സപിണ്ഡ ബന്ധുക്കൾക്കിടയിലെ വിവാഹം നിഷിദ്ധമാണ്. ഇപ്പൊ ഒരാൾ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ പിതാവിന്റെ കുടുംബത്തിനുള്ളിലെ വിവാഹം കഴിക്കാൻ പറ്റൂല. അതുപോലെ സപിണ്ഡ, 7 പിണ്ഡം എന്നൊക്കെ പറയില്ലേ,
ഏറ്റവും അടുത്ത ഇപ്പൊ ഹിന്ദു വിവാഹത്തിലൊക്കെ പറയാറുണ്ട്. അപ്പൊ അവര് തമ്മിലുള്ള വിവാഹം നിഷിദ്ധാണ്. അതായത് പിതാവിന്റെ വഴിയിൽ 7 തലമുറയും മാതാവിന്റെ വഴിയിൽ 5 തലമുറയും തമ്മിലുള്ള വിവാഹം പാടില്ല എന്നാണ് നിയമം. ഇത് ശാസൻ നിയമം എന്നറിയപ്പെടുന്നു. അതായത് ഇപ്പൊ നമ്മള് വിവാഹം കഴിക്കുമ്പോൾ പിതാവിന്റെ വഴിയിലൂടെ നോക്കുമ്പോൾ ഒരു 7 തലമുറയിൽപ്പെട്ട ആളുകളെയും മാതാവിന്റെ വഴിയിലുള്ള 5 തലമുറയിൽപ്പെട്ട ആളുകളും തമ്മിൽ വിവാഹം പാടില്ല എന്നുള്ള ഒരു നിയമം, ഇത് ശാസൻ നിയമം എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ ഉയർന്ന ജാതിക്കാര് അച്ഛൻ, അമ്മ, അച്ചമ്മ, അമ്മമ്മ എന്നിവരുടെ 4 ഗോത്രങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുന്നു. ഒരാളുടെ അച്ഛൻ, അമ്മ, അച്ചമ്മ, അമ്മമ്മ, മനസ്സിലായില്ലേ, എന്നിവരുടെ 4 ഗോത്രങ്ങളും ഇതിന്ന് ഒഴിവാക്കുന്നു. അതുപോലെ അച്ഛന്റെയും അമ്മയുടെയും ഗോത്രങ്ങളിൽ മാത്രമാണ് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. താഴ്ന്ന ജാതിക്കാർ, ഉയർന്ന ജാതിക്കാർക്കാണ് ഈ അച്ഛൻ, അമ്മ, അച്ചമ്മ, അമ്മമ്മ എന്നിവയുടെ 4 ഗോത്രങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുന്നത്. താഴ്ന്ന ജാതിക്കാർക്ക് ഇത് ശരിക്ക് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും കേട്ടോ. നിങ്ങൾ പറയുമ്പോൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ, താഴ്ന്ന ജാതിക്കാരെന്നാണെങ്കിൽ എന്താണ്, അച്ഛന്റെയും അമ്മയുടെയും ഗോത്രങ്ങളിൽ മാത്രമാണ് ഈ ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നത്. അതുപോലെ ഇൻസെസ്റ്റ്, രക്തബന്ധങ്ങൾ തമ്മിലുള്ള ലൈംഗിക വിവാഹബന്ധം കർശനമായിട്ടുള്ളൊരു വിലക്കുള്ളതായിരുന്നു, സ്ട്രിക്റ്റ് ടാബു എന്ന് പറയുന്നത്. താഴ്ന്ന ജാതിക്കാർക്ക് അച്ഛന്റെയും അമ്മയുടെയും ഗോത്രങ്ങളിൽ മാത്രമാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത്. രക്തബന്ധുക്കൾ തമ്മിലുള്ള ലൈംഗിക അല്ലെങ്കിൽ വിവാഹബന്ധം കർശനമായിട്ടുള്ള വിലക്കുള്ളത് ആയിരുന്നു. അതുപോലെ മറ്റൊന്ന് വില്ലേജ് എക്സോഗമി, പെൺമക്കളെ സ്വന്തം ഗ്രാമത്തിൽ നിന്ന് വിവാഹം കഴിക്കുന്നത് നിഷിദ്ധമാണ്. അതായത് സ്വന്തം ഗ്രാമത്തിൽപ്പെട്ട ഒരു പെൺമക്കളെ വിവാഹം കഴിക്കുന്നത് പറ്റൂല, അവര് മറ്റു കുടുംബങ്ങളിലേക്കും മറ്റ് ഗ്രാമങ്ങളിലേക്കും വിവാഹം കഴിപ്പിച്ച് അയക്കുന്നു. മനസ്സിലായോ? അതായത് സ്വന്തം പെൺമക്കൾ എന്താണ്, സ്വന്തം ഗ്രാമത്തിലുള്ള ആളുകൾ തമ്മിൽ വിവാഹം കഴിക്കാൻ പാടില്ല, മറ്റു കുടുംബങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റു ഗ്രാമങ്ങളിലേക്ക് വിവാഹം കഴിപ്പിച്ച് അയക്കുന്നു. ഒരു മകളെ വിവാഹം കഴിച്ച കുടുംബത്തിലേക്കോ ഗ്രാമത്തിലേക്കോ ഇളയ പെൺമക്കളെ വിവാഹം കഴിക്കില്ല. മൂത്ത പെൺമക്കൾ ഒരു ഗ്രാമത്തിലേക്ക് അല്ലെങ്കിൽ കുടുംബത്തിൽ കഴിച്ചാൽ ആ കുടുംബത്തിലേക്ക് വേറെ ആളെ കഴിക്കൂല എന്നുള്ളതാണ്. വധുവിന്റെ കുടുംബം 2 തലമുറ വരെ ആ ഗ്രാമവുമായി വിവാഹബന്ധങ്ങൾ ഒഴിവാക്കും. ഓക്കെ, അതിനാൽ വലിയൊരു പ്രദേശത്ത് നിന്നോ അല്ലെങ്കിൽ ഭാഷാ മേഖലയിൽ നിന്നാണ് വിവാഹ ആലോചനകളൊക്കെ നടക്കുന്നത്. അപ്പൊ അടുത്തുള്ള കുടുംബക്കാർ തമ്മിലൊന്നും വിവാഹങ്ങൾ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ വരന്റെയും കുടുംബത്തിനും ഗ്രാമത്തിനും വധുവിന്റെ കുടുംബത്തെയും ഗ്രാമത്തെയും അപേക്ഷിച്ച് ഉയർന്ന പദവി ഉണ്ടായിരിക്കും. അതായത് സാമൂഹ്യ പദവി എന്ന് പറയുന്നത് വരനെ അപേക്ഷിച്ച് വധുവിന്റെ പദവി അല്ല, വധുവിനെ അപേക്ഷിച്ച് സാമൂഹ്യ പദവി എന്തായിരിക്കും, ഉയർന്ന പദവി ആയിരിക്കും. അതുപോലെ വടക്കൻ മേഖലയിൽ ബന്ധുത്വ പദങ്ങള്, വടക്കൻ മേഖലയിൽ രക്തബന്ധുക്കളും വിവാഹ ബന്ധുക്കളും തമ്മിൽ വ്യക്തമായിട്ടുള്ളൊരു വേർതിരിവുണ്ട്. അതായത് ഇപ്പൊ ബ്ലഡ് റിലേഷനും അതുപോലെ ഈ കല്യാണത്തിലൂടെ വരുന്ന വിവാഹ ബന്ധങ്ങളും തമ്മിൽ എന്താണ് വേർതിരിവുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഗ്രാമ ബാഹ്യ വിവാഹം, ഈ ഒരു ക്ലാൻ എക്സോഗമി എന്ന് പറഞ്ഞല്ലോ, ക്ലാനിന് പുറത്തുള്ളവർക്കും കല്യാണം നടക്കാന്ന് പറഞ്ഞല്ലോ, ഈ ഗ്രാമത്തിലെ സ്ത്രീകളെ മക്കൾ എന്നും മരുമക്കൾ എന്നും വേർതിരിച്ചിട്ടുണ്ടായിരുന്നു. മക്കള് വേറെ, മരുമക്കൾ ഇപ്പൊ നമ്മളുള്ള പോലെ തന്നെ. അതുപോലെ ചാച്ച, മാമ, മൗസി, മാസി തുടങ്ങിയിട്ടുള്ള പദങ്ങൾ കൃത്യമായിട്ടുള്ളൊരു പദബന്ധങ്ങളെ ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ്. ചാച്ച, മാമ, മൗസി. ഓക്കെ, കുറഞ്ഞത് 3 തലമുറകളിലെ രക്തവിവാഹ ബന്ധങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പദം. ഇപ്പൊ നമ്മളിപ്പോ ഒരേ തലമുറയിൽപ്പെട്ട ആളെ, ഇപ്പോ നമ്മളെ അച്ഛനെ നമ്മളെ ഉപ്പയുടെ അല്ലെങ്കിൽ അച്ഛന്റെ ബ്രദറിനെ അല്ലെങ്കിൽ എന്താണ് നമ്മള് ഒരു എത്ര ആളില്ലെങ്കിലും വേറെ വേറെ പേര് വിളിക്കുള്ളൂ, ഒരേ പേര് തന്നെയല്ലേ ആ തലമുറയിൽപ്പെട്ട ആളുകൾ ഫുള്ള്. പക്ഷെ ഇവിടെ എന്താണ്, ഓരോ ബന്ധങ്ങൾക്കും കൃത്യമായിട്ടുള്ള പേരുകൾ ഉണ്ട് എന്നുള്ളതാണ്. പാരലൽ കസിൻസ്, ഇപ്പോ ഒരേ ലിംഗത്തിലുള്ള സഹോദരങ്ങളുടെ മക്കൾ. അതുപോലെ ക്രോസ് കസിൻസ്, വിപരീത ലിംഗത്തിലുള്ള സഹോദരങ്ങളുടെ മക്കളും വ്യക്തമായ വേർതിരിവുണ്ട്. അതായത് ഇപ്പൊ നമ്മുടെ ഉപ്പയുടെ ഏട്ടന്റെ മക്കൾ തമ്മിലും അതുപോലെ അതാണ് പാരലൽ കസിൻ എന്ന് പറയുന്നത്, നമ്മുടെ ഉപ്പാടെ അല്ലെങ്കിൽ അച്ഛന്റെ ജ്യേഷ്ഠന്റെ മക്കൾ. അതുപോലെ ക്രോസ് കസിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിപരീത ലിംഗത്തിലുള്ള സഹോദരന്റെ മക്കള്, അതായത് നമ്മുടെ ഉപ്പാടെ അല്ലെങ്കിൽ അച്ഛന്റെ പെങ്ങളെ സിസ്റ്ററുടെ മക്കൾ തമ്മിലും വ്യക്തമായിട്ടുള്ളൊരു വേർതിരിവുണ്ട്. മനസ്സിലായോ? പുരുഷന്റെ സഹോദരന്റെ മക്കളെ, അതായത് ഒരാളുടെ പുരുഷന്റെ സഹോദരന്റെ മക്കൾ ഭത്തീജ, ഭത്തീജി എന്നും അച്ഛന്റെ സഹോദരിയുടെ മക്കള് ബാഞ്ച, ബാജ്ഞി എന്നും വിളിക്കും. അതായത് നിങ്ങൾ ഇത്ര മനസ്സിലാക്കും, നിങ്ങളുടെ അച്ഛന്റെ അല്ലെങ്കിൽ ഉപ്പയുടെ ഏട്ടന്റെ മക്കളെ വിളിക്കുന്നതാണ്, ഏട്ടന്റെ അച്ഛന്റെ ആണാണെങ്കിൽ ഭത്തീജ, ഭത്തീജി എന്നും, അത് പെണ്ണാണെങ്കിൽ നമ്മുടെ അമ്മായി ഒക്കെ ഉണ്ടല്ലോ, അമ്മായി എന്നൊക്കെ പറയില്ലേ, അവരുടെ മക്കളാണെങ്കിൽ എന്താണ് ബാഞ്ഞ, ബാഞ്ഞി എന്നാണ് വിളിക്കപ്പെടുന്നത്. ഓക്കെ,
കുറച്ചൊക്കെ മനസ്സിലായില്ലേ? ഇതാണ് നോർത്തേൺ സോണിലുള്ള കാര്യങ്ങൾ. ഞാൻ ലാസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, രണ്ടാമത് വരുന്നതാണ് സെൻട്രൽ സോണ്. സെൻട്രൽ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രാജസ്ഥാന്, ഗുജറാത്ത്, കത്തിയവാഡ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, മഹാരാഷ്ട്ര ഈ മേഖലകളാണ് സെൻട്രൽ സോണിൽ വരുന്നത്. സംസ്കൃത ദ്രാവിഡ മുണ്ടാരി ബന്ധുത്വ വ്യവസ്ഥകളുടെ ഒരു മിശ്രിതമാണിത്. അപ്പോ ഘടന എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ സംസ്കൃത ഇതിൻ്റെതാണെന്ന് പറഞ്ഞല്ലോ. ഇവിടെ എന്താ വെച്ചാല് ഒരു സംസ്കൃത ദ്രാവിഡ മുണ്ടാരി ബന്ധുത്വ വ്യവസ്ഥകളുടെ ഒരു മിശ്രിതമാണിത്. ദ്രാവിഡ രീതിക്ക് സമാനമായിട്ടുള്ള ക്രോസ് കസിൻ വിവാഹങ്ങളും വടക്കൻ രീതിക്ക് സമാനമായിട്ടുള്ള ജാതിക്കുള്ളിലുള്ള എക്സോഗമസ് ക്ലാൻ ഗോത്രബാഹ്യ വിവാഹങ്ങളും ഇവിടെ ഒരുമിച്ച് കാണാം. ഗോത്രവർഗക്ക് അവരുടേതായിട്ടുള്ള പ്രത്യേക നിയമങ്ങൾ പിന്തുടരും. അതായത് ആ നോർത്ത് സോണിൽ പറഞ്ഞ കാര്യങ്ങൾ, ചില കാര്യങ്ങളും ഇനിയിപ്പോ നമ്മൾ സദേൺ സോണിൽ പറയാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു മിശ്രിതമായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ഇവിടെ, അതാണ് ഈ ദ്രാവിഡ രീതി. അപ്പൊ ആ ദ്രാവിഡ രീതിക്ക് സമാനമായിട്ടുള്ള ക്രോസ് കസിൻ വിവാഹങ്ങളും വടക്കൻ രീതിക്ക് സമാനമായിട്ടുള്ള ജാതിക്കുള്ളില് ഗോത്രബാഹ്യ വിവാഹങ്ങൾ പോലെ പ്പെട്ട ആളുകളെ കല്യാണം കഴിക്കാൻ പറ്റില്ല. അപ്പൊ ആ രീതി ഇവിടെ എന്താണ് കാണാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഇനി ഓരോ പ്രാദേശികമായിട്ട് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഒന്ന് രാജസ്ഥാന് ജാട്ടുകൾ എന്ന് കേട്ടിട്ടുണ്ടോ? ജാട്ടുകൾ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. 2 ഗോത്ര ബാഹ്യ വിവാഹവും ബനിയകൾ, രണ്ട് ഗോത്രത്തിന്റെ ഉള്ള ബാഹ്യ വിവാഹം, അതുപോലെ ബനിയകള് 4 ഗോത്ര ബാഹ്യ വിവാഹം പിന്തുടരുന്നുണ്ട്. അതായത് അവരുടെ ആ ഒരു സ്ഥാനം അനുസരിച്ച്. അതുപോലെ രജപുത്ര വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടാവും കുലങ്ങള് ശ്രേണീകൃതമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. അവര് ഐപ്രഗമി പിന്തുടരുന്നതാണ്. അതായത് പുരുഷന്മാർക്ക് താഴ്ന്ന കുലങ്ങളിൽ നിന്ന് ഭാര്യമാരെ സ്വീകരിക്കാം. അതായത് രജപുത്രന്മാർക്ക് ഐപ്രഗമി എന്ന് പറയുന്ന സിസ്റ്റം ഫോളോ ചെയ്യും. അതായത് ഐപ്രഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാരായിട്ടുള്ള ആൾക്കാർ, നമ്മൾ മറ്റിയിൽ എന്താ പറഞ്ഞത്, പുരുഷന്മാർക്ക് താഴ്ന്ന സ്ത്രീകളെ പറ്റൂല എന്നുള്ളതായിരുന്നല്ലോ. പക്ഷെ ഇവിടെ എന്താണ്, ഈ രാജസ്ഥാനിലെ രജപുത്രന്മാർക്ക് പുരുഷന്മാർക്ക് താഴ്ന്ന കുലങ്ങളിൽ നിന്ന് ഭാര്യമാരെ സ്വീകരിക്കാം. കുടുംബത്തിന്റെ ഒരു ഫ്യൂഡൽ സ്റ്റാറ്റസ്, അമ്മയുടെ പദവിയും ആയിട്ടും അവർ പരിഗണിക്കുന്നുണ്ട്. ഓക്കെ, മറ്റൊന്ന് ഗുജറാത്ത്. ചില ജാതികളിൽ ക്രോസ് കസിൻ വിവാഹം അനുവദനീയമാണ്. നമ്മൾ നേരത്തെ ഇതിൽ ക്രോസ് കസിൻ, നമ്മൾ കസിൻസ് തമ്മിലുള്ള, അതായത് ഏട്ടന്റെ മക്കൾ തമ്മിലുള്ള വിവാഹങ്ങള് അല്ലെങ്കിൽ ഏട്ടന്റെ പെങ്ങളെ മക്കൾ തമ്മിലുള്ള വിവാഹം അനുവദനീയമല്ല എന്ന് പറഞ്ഞല്ലോ. അവർക്ക് പ്രത്യേക പേരാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇവിടെ എന്താണ്, ഗുജറാത്തില് ഇത്തരത്തിലുള്ള, അതായത് നമ്മൾ മുറപ്പെണ്ണ് എന്നൊക്കെ പറയില്ലേ, നമ്മുടെ അച്ഛന്റെ പെങ്ങളെ മോക്കല്ലേ നമ്മൾ മുറപ്പെണ്ണ് എന്ന് പറയാം. അപ്പൊ അത്തരത്തിലുള്ള വിവാഹങ്ങളൊക്കെ ഇവിടെ അനുവദനീയമാണ്. വിവാഹങ്ങൾ വർഷത്തിലൊരിക്കലോ 4 വർഷത്തിലൊരിക്കലോ ഒക്കെ ആയിട്ട് പരിമിതപ്പെടുത്തുന്ന പ്രത്യേക രീതികളുണ്ട്. ഓക്കെ, എപ്പോഴൊന്നും വിവാഹം ഉണ്ടാവില്ല. ഒന്നെങ്കിൽ വർഷത്തിലൊരിക്കല്, 4 വർഷത്തിലൊരിക്കൽ. അതിന്റെ ഒരു ഒതന്റിസിറ്റി എന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ പറയട്ടെ. ഇങ്ങനെ രാജസ്ഥാൻ ഗുജറാത്തിലാണോ? ഗുജറാത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊ പറയുന്നത്. അതുപോലെ ഭർത്താവ് മരിച്ചാൽ വധു ഭർത്താവിന്റെ സഹോദരന്റെ വിവാഹം കഴിക്കുന്ന രീതിയും ചിലയിടങ്ങളിൽ കാണാറുണ്ട് ഗുജറാത്തിൽ. ഓക്കെ, മറ്റൊന്ന് മഹാരാഷ്ട്ര. ഇവിടെ സംസ്കൃത ദ്രാവിഡ ബന്ധത്തിന്റെ വലിയൊരു സമന്വയവും വിപുലമായിട്ടുള്ളൊരു വൈവിധ്യമുണ്ട്. പ്രത്യേകിച്ച് ഈ ക്രോസ് കസിൻസ് തമ്മിലുള്ള വിവാഹം, നമ്മൾ പറഞ്ഞ ഈ മുറപ്പെണ്ണ് ആ ഇതും ഗോത്രബാഹ്യ വിവാഹം, ഐപ്രഗമി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്, പുരുഷന്മാര് താഴ്ന്ന കുലങ്ങളിൽ നിന്ന് ഭാര്യമാരെ സ്വീകരിക്കാം. അതുപോലെ മാമൻ മരുമകൾ വിവാഹം. അതായത് നിങ്ങൾ ഈ പാണ്ടിപ്പട കണ്ടിട്ടില്ലേ, പാണ്ടിപ്പട സിനിമ കണ്ടിട്ടില്ലേ? അവിടെ അവനെന്താ, അല്ലേ, സ്വന്തം മരുമകളല്ലേ, മാമനല്ലേ അവളെ കല്യാണം കഴിക്കാൻ നിൽക്കുന്നത്. തമിഴ്നാട്ടിൽ അങ്ങനെയാണ് സാർ. അതെ, ആ ഒരു വിവാഹം ഇതൊക്കെ ഇവിടെ അനുവദനീയമായിട്ടുള്ള പ്രദേശങ്ങളുണ്ട്. എന്നാലും അത് എല്ലാ മേഖലയിലും ഇല്ല, ചില ഭാഗങ്ങള്. ഓക്കെ, അപ്പോൾ അതാണ് മഹാരാഷ്ട്രയിലെ കാര്യങ്ങൾ. മറ്റൊന്ന് ഒഡീഷ. ഒറിയ സംസാരിക്കുന്നവര് പൊതുവെ വടക്കേ ഇന്ത്യ രീതിയാണ് പിന്തുടരുന്നത്. എന്നെങ്കിലും ചില ഗ്രൂപ്പുകളിൽ പ്രത്യേക തരത്തിലുള്ള ക്രോസ് കസിൻ വിവാഹം അനുവദിക്കാറുണ്ട്. ഇത്രയാണ് ഈ ഒരു സെൻട്രൽ സോണിനെ കുറിച്ച് പറയാനുള്ളത്. ഓരോ സംസ്ഥാനത്തും എന്താണ്, നോർത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെക്കുറെ ഒരേപോലെ തന്നെയാണ് എല്ലാം വരുന്നത്. എന്നാൽ സെൻട്രൽ എത്തിയപ്പോൾ ഓരോ സ്റ്റേറ്റിനും വ്യത്യസ്തമായിട്ടുള്ള രീതിയാണ്. ഈവൻ ആ സ്റ്റേറ്റിന്റെ ഉള്ളിൽ തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. മൂന്നാമത്താണ് സദേൺ സോണ്. ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട്, കേരളം. നമ്മുടെ കേരളമൊക്കെ ഉള്ളത് പ്രധാനമായിട്ടും ഒരു ദ്രവീഡിയൻ പാറ്റേൺ, നമ്മൾ നേരത്തെ പറഞ്ഞ ദ്രാവിഡ മാതൃകയാണ് പിന്തുടരുന്നത്. ചില പ്രദേശങ്ങളിൽ പാട്രിലീനിയൽ അല്ലെങ്കിൽ പാട്രിലോക്കൽ, അതായത് പിതൃവഴി പിതൃസ്ഥാനീയ രീതികളും ചിലയിടങ്ങളിൽ മാതൃവഴി മാതൃസ്ഥാനീയ സമ്പ്രദായങ്ങളൊക്കെ നിലനിൽക്കാറുണ്ട്. അതായത്
പുരുഷൻ അമ്മയുടെ താവഴിയായിട്ടും അതുപോലെ എന്താണ് അച്ഛന്റെ താവഴിയായിട്ടൊക്കെ കുടുംബ ബന്ധം പോകുന്നത് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതിപ്പോ നമ്മൾ കേരളത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുമല്ലോ ഇത്തരത്തിലുള്ള ഈ ഒരു സാധനം. ഓക്കെ, അതുപോലെ കർണാടകയിലെ കാനറ ജില്ലയിലെ ബണ്ടികള്, മലബാറിലെ മാപ്പിളമാര്, കേരളത്തിലെ നായന്മാര് എന്നിവര് മാതൃവഴി ഈ ഒരു സമ്പ്രദായം പിന്തുടരുന്നവരാണ്. ഓക്കെ, ഇപ്പൊ ഈ നമ്മളെ തലശ്ശേരിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഇത്തരത്തിൽ മുസ്ലിംസിന്റെ ഇടയിൽ തന്നെ ഇത്തരത്തിലുള്ള ഈ ഒരു മാട്രി ലോക്കൽ സിസ്റ്റം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ മേഖലയിലെ ബഹുഭാരിത്വവും അതുപോലെ ഈ നമ്പൂതിരിമാർക്കിടയിൽ ബഹുഭർത്തൃത്വവും, അതായത് നമ്പൂതിരിമാർക്കിടയിൽ ബഹുഭാരിത്വവും ബഹുഭർത്തൃത്വം, അതായത് ഒരു സ്ത്രീക്ക് ഒന്നിലധികം ഭർത്താക്കന്മാര്, ഇപ്പൊ ഈ നായന്മാർക്കിടയിലൊക്കെ ഈ സംബന്ധം എന്നൊക്കെ പറഞ്ഞിട്ട് നിലനിരുന്നു. ഇതൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നതായിരുന്നു. അതുപോലെ ഒരേ ഇല്ലം, വേളി തുടങ്ങിയിട്ടുള്ള കുലങ്ങളിൽ പെട്ടവർ തമ്മിൽ വിവാഹം കഴിക്കാൻ പാടില്ല. അപ്പൊ ഒരേ ഇല്ലത്തിലുള്ളവര്, അതുപോലെ ഒരേ വേളി എന്താന്നുള്ളത് എനിക്കറിയില്ല, ഇതേപോലെ ഇല്ലം പോലെ ഒരു ഇതായിരിക്കാം വേണമെങ്കിൽ, അവർ തമ്മിലുള്ള വിവാഹം ഇവിടെ കഴിക്കാൻ പാടില്ല. ഇവിടെ അനുവദനീയമായിട്ടുള്ള വിവാഹം എന്ന് പറയുന്നത് ക്രോസ് കസിൻ വിവാഹം, അതായത് അമ്മയുടെ ഇളയ സഹോദരനും അനന്തരവരും തമ്മിലുള്ള വിവാഹം സാധ്യമാണ്. അതുപോലെ ഒരു പുരുഷന് തന്റെ മൂത്ത സഹോദരിയുടെ മകളെ വിവാഹം കഴിക്കാം. അതാണ് ഈ നേരത്തെ പറഞ്ഞ പാണ്ടിപ്പടയത്ത് ഞാൻ പറഞ്ഞില്ലേ, പുരുഷന് തന്റെ മൂത്ത സഹോദരിയുടെ മകളെ വിവാഹം കഴിക്കാം, തങ്ങൾക്ക് വധുവിനെ തന്നെ കുടുംബത്തിലേക്ക് തിരികെ ഒരു മകളെ നൽകണം എന്ന കടപ്പാടിന്റെ പുറത്താണ് ഇത് ചെയ്യുന്നത്. അവർക്ക് എന്താ വെച്ചാല് കുടുംബത്തിലേക്ക് തിരികെ ഒരു മകളെ തന്നെ, അതായത് സ്വന്തം പെട്ട ആളുകളെ നൽകണം എന്ന് പറയുന്ന ഒരു കടപ്പാടിന്റെ പുറത്താണ് ചെയ്യുന്നത്. എന്നാൽ മാതൃവായി സമൂഹങ്ങൾ ഈ മാമൻ മരുമകൾ വിവാഹങ്ങള് കർശനമായിട്ട് വിലക്കുള്ളതാണ്. ചില ഭാഗങ്ങളിൽ അല്ലെ, കേരളത്തിലൊന്നും കാണാറില്ല. എനിക്കൊണ്ട് തമിഴ്നാട് ഭാഗത്താണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുക എന്ന് തോന്നുന്നു അല്ലെ. അച്ഛന്റെ സഹോദരിയുടെ മകളെ വിവാഹം കഴിക്കുന്ന രീതി കേരളം പോലെയുള്ള പ്രദേശങ്ങളിൽ വളരെ സാധാരണമാണ്. ഇവരെ മുറപ്പെണ്ണ് മുറച്ചെറുക്കൻ, അത് പിന്നെയും കാണാറുണ്ട് അല്ലെ. മുറപ്പെണ്ണ് മുറച്ചെറുക്കൻ അതറിയില്ല നിങ്ങൾക്ക്? അതായത് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള പെൺമക്കളെ പരസ്പരം കൈമാറുന്ന രീതി. അതുപോലെ തമിഴ്നാട്ടിലെ കള്ളർ, കർണാടകയിലെ ഹാവിക് ബ്രാഹ്മണർ എന്നിവർക്കിടയിൽ അമ്മയുടെയും സഹോദരന്റെ മകളെയും വിവാഹം കഴിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ സ്ത്രീകളുടെ പദവിയും സുരക്ഷിതത്വം, വടക്കേ ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തെക്ക് വിവാഹ ആവുന്ന ഒരു പെൺകുട്ടിക്ക് ഭർത്താവിന്റെ വീട് അപരിചിതമായിട്ടുള്ള ഒരു സ്ഥലമായിട്ട് തോന്നാറില്ല. കാരണം അവര് അമ്മയുടെയോ അച്ഛന്റെയോ വഴിയുള്ള ബന്ധുക്കളായിരിക്കും. അതായത് ഈ ബന്ധുത്വ വിവാഹങ്ങൾ തമ്മിൽ കൂടുതലായിരിക്കും. വിവാഹം കുടുംബങ്ങളെ കൂടുതലായിട്ട് അടുപ്പിക്കാനാണ് ഇവര് സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ തെക്കൻ മേഖലയിലെ സ്ത്രീകൾക്ക് കൂടുതൽ സാമൂഹിക സ്വാതന്ത്ര്യവും സുരക്ഷിതത്വമൊക്കെ ലഭിക്കും. മറ്റൊന്ന് നിയന്ത്രണങ്ങൾ. ഈ പാരലൽ കസിൻസ് തമ്മിലുള്ള വിവാഹം കർശനമായിട്ട് നിരോധിച്ചിരിക്കുന്നു. അതായത് അച്ഛന്റെ സഹോദരന്റെ മക്കൾ അല്ലെങ്കിൽ അമ്മയുടെ സഹോദരിയുടെ മക്കൾ തമ്മിലുള്ള വിവാഹം കർശനമായിട്ട് നിരോധിച്ചിട്ടുണ്ട്. അതുപോലെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാല് ഭർത്താവിന്റെ സഹോദരിനെ വിവാഹം കഴിക്കുന്നതിന് കർശന വിലക്കുണ്ട്. പക്ഷെ വടക്കൻ ഭാഗങ്ങളിലൊക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ ജനന കുടുംബവും വിവാഹ കുടുംബവും തമ്മിലുള്ള വേർതിരിവ് ഇവിടെ കുറവാണ്. അതായത് ഇപ്പോ ബൈ ബർത്ത് ആയാലും ബൈ മാരേജ് ആയാലും വിവാഹ ബന്ധം തമ്മിലുള്ള ഒരു വേർതിരിവ് ഇവിടെ കുറവാണ്. രക്തബന്ധുക്കൾക്കും വിവാഹ ബന്ധങ്ങൾക്കും ഒരേ പദങ്ങൾ പലപ്പോഴും ഉപയോഗിക്കുന്നു. അതുപോലെ ബന്ധങ്ങളെക്കാൾ വ്യക്തിയുടെ പ്രായത്തിനാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുക. ഇപ്പൊ നമ്മളിപ്പോ കസിൻസ് എന്ന് പറയാറില്ലേ, കോമൺ ആയിട്ട് പൊതുവെ എല്ലാവർക്കും കോമൺ ആയിട്ട് പറയുന്നത് ഫാദറിൻ്റെതാണെങ്കിലും മദറിൻ്റെതിൽപ്പെട്ട ആളുകളാണെങ്കിലും നമ്മൾ കസിൻസ് എന്ന് പറയില്ല. അതുപോലെ അങ്കിള്, ഇതൊക്കെ കോമൺ ആയിട്ട് ഓരോരുത്തർക്കും പ്രത്യേകിച്ച് വേറെ സെപ്പറേറ്റ് പേരൊന്നും എന്താണ് നമ്മൾ പറയാറില്ലല്ലോ. അതാണ് ഇവിടെ ഈ ഒരു ബന്ധുത്വ പദങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മറ്റൊന്ന് ഈസ്റ്റേൺ സോൺ. ഈസ്റ്റേൺ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വടക്കൻ മേഖലയില് കൃത്യമായ അതിർത്തി നിർണയമില്ലാത്ത ഈ മേഖലയിൽ പ്രധാനമായിട്ടും ഒരു മിനിറ്റ് ഓക്കെ, ഈസ്റ്റേൺ സോൺ അല്ലേ നമ്മൾ പറഞ്ഞത്. ഒരു അതിർത്തി നിർണയമായ ഇല്ല, നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഒരു അതിർത്തി നിർണയിച്ച് പറയാനേ നമുക്ക് പറ്റൂല. ഈ മേഖലയിൽ പ്രധാനമായിട്ടും വടക്കൻ ഭാഷകൾ സംസാരിക്കുന്നവരും മോൺകമർ മുണ്ടാരി ഭാഷകൾ സംസാരിക്കുന്നവരാണുള്ളത്. ഓക്കെ, ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ ഭാഗത്തുള്ള ഓസ്ട്രോ ഏഷ്യാറ്റിക് ഗോത്ര വിഭാഗങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത്.
ഓക്കെ, അവിടെയുള്ള പ്രധാന വിഭാഗം എന്ന് പറയുന്നത് ഓസ്ട്രോ ഏഷ്യാറ്റിക് ഗോത്ര വിഭാഗമാണ്. ഇവരുടെ സവിശേഷത എന്ന് പറയുന്നത് ഇവരുടെ നിയമങ്ങളെയും പാരമ്പര്യങ്ങളെയും കുറിച്ച് കൃത്യമായിട്ട് തെളിവുകളില്ല എന്ന് കാർവെ പറയുന്നു. ഇവരെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഇത് കിട്ടിയിട്ടില്ല. ജനവിഭാഗങ്ങൾ ചിതറിക്കിടക്കുന്നതുകൊണ്ട് തന്നെ ഒരു പൊതു സംവിധാനം രൂപീകരിക്കുക വളരെ പ്രധാനമാണ്. അതുപോലെ ചുറ്റുമുള്ള ജനങ്ങളുടെ വലിയ സ്വാധീനം ഇവരിൽ കാണാം. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക മാതൃക കൊണ്ട് ഇതിനെ നിർവചിക്കാൻ കഴിയില്ല എന്നതാണ്. പ്രത്യേകിച്ച് ഒരു മാതൃക എന്ന് നമുക്ക് മുന്നോട്ട് വെക്കാൻ ഇവരെ കൊണ്ട് പറ്റൂല എന്നതാണ്. അതുപോലെ മുണ്ടാരി ബന്ധുത്വം, ഈ മേഖലയിൽ മുണ്ടാരി ബന്ധുത്വത്തിനാണ് പ്രാധാന്യം. കുടുംബങ്ങൾ പൊതുവെ പിതൃവായി അല്ലെങ്കിൽ പിതൃസ്ഥാനീയ രീതിയാണ് പിന്തുടരുന്നത്. മുണ്ടാരി ബന്ധുത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മുണ്ടാരി ബന്ധുത്വത്തിനാണ് പ്രാധാന്യം. അതായത് കുടുംബങ്ങള് പിതൃവായി അല്ലെങ്കിൽ പിതൃസ്ഥാനീയ, നമ്മൾ നേരത്തെ പറഞ്ഞ അതാണ്. പിന്നെ ഗാസി, മുണ്ടാരിയിൽ നിന്ന് വ്യത്യസ്തമായി ഗാസി ഗോത്രം മാതൃവഴി അല്ലെങ്കിൽ മാട്രിലീനിയൽ സിസ്റ്റം പിന്തുടരുന്നവരുണ്ട്. അതുപോലെ വിവാഹ നിയമങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ പാരലൽ കസിൻ വിവാഹം അനുവദിക്കില്ല. ക്രോസ് കസിൻ വിവാഹം നിഷിദ്ധമല്ലെങ്കിലും പൊതുവെ ഈ ഒരു പ്രവണത കുറവാണ്. അതുപോലെ സാന്താൾ ഗോത്രങ്ങൾ പിതൃവഴി രീതിയാണ് പിന്തുടരുന്നത്. അതുപോലെ അമ്മാവന്റെയോ അമ്മായിയുടെയോ മരണശേഷം ഇവർക്ക് ക്രോസ് കസിൻ വിവാഹം കഴിക്കണം. അതായത് വാപ്പാര് മറ്റേ പാരന്റ്സ് മരിച്ചു കഴിഞ്ഞാൽ ഈ ക്രോസ് കസിൻ വിവാഹം പറ്റും. ജീവിച്ചിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ക്രോസ് കസിൻ വിവാഹം നടത്താൻ പറ്റില്ല. ചില ഗോത്ര ചിഹ്നങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള ബാഹ്യ വിവാഹ ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞിരിക്കുന്നുണ്ട്. അതായത് വരൻ വധുവിന്റെ കുടുംബത്തിന് പണമോ സേവനമോ നൽകണം. അതിന് ബ്രൈഡ് പ്രൈസ് സമ്പ്രദായം ചിലയിടങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. അതായത് വരൻ എന്ത് ചെയ്യണം, വധുവിന്റെ കുടുംബത്തിന്. ഇപ്പൊ നമ്മള് ഈ സ്ത്രീധനത്തിന് എതിരായിട്ടുള്ള ഒരു സ്ത്രീധനം എന്ന് പറഞ്ഞാൽ പെണ്ണ് ആണിന് കൊടുക്കല്ലേ, അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. അതുപോലെ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്നുള്ള വ്യതിചലനമായി ഭർത്താവും ഭാര്യയും പുതിയ വീട്ടിലേക്ക് മാറുന്ന രീതിയും ഇവിടെ കാണാം. ഓക്കെ, അതായത് കല്യാണം കഴിഞ്ഞ കുറച്ച് കഴിഞ്ഞാല് ഭർത്താവും ഭാര്യയും പുതിയ വീട് വെച്ച് മാറുക. എന്നാൽ മാതൃവായി കുടുംബങ്ങളെ അപേക്ഷിച്ച് ഇവിടെ ഭർത്താവിന് വധുവിന്റെ വീട്ടിൽ വളരെ കുറഞ്ഞ അവകാശങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് ഈ 4 സോണുകളിലായിട്ട് പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി ഇതിൽ പ്രധാനമായിട്ടും റീജിയണൽ ഡിഫറൻസ് ആൻഡ് ഇമ്പാക്ട് ഓഫ് ഈ കാർവേ ഈ വടക്കൻ പിതൃഗോത്ര ബാഹ്യ വിവാഹം തെക്കൻ ദ്രാവിഡ ക്രോസ് വിവാഹം സ്ത്രീകൾ ഉണ്ടാക്കുന്ന സ്വാധീനത്തെ താരതമ്യം ചെയ്തു. അതായത് തെക്കൻ മേഖലയിൽ ഇപ്പൊ സദൻ മേഖലയിൽ നമ്മൾ ഈ ക്രോസ് കസിൻ വിവാഹം ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, അതുപോലെ വടക്കൻ മേഖലയിൽ എന്താണ് പാട്രി ക്ലാൻ എക്സോഗമി, അത് തമ്മിൽ താരതമ്യം ചെയ്തു. തെക്കൻ മേഖലയിൽ ഭർത്താവിന്റെ കുടുംബം സ്വന്തം ബന്ധുക്കളായതിനാൽ സ്ത്രീകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കും. മനസ്സിലായോ? അതായത് നമ്മൾ ഏറെക്കുറെ ബന്ധുക്കൾ തമ്മിലുള്ള വിവാഹം കൂടുതൽ നടക്കുന്നതുകൊണ്ട് തന്നെ ഈ സ്ത്രീകൾക്ക് എന്താണ് കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നു എന്നാണ് പറയുന്നത്. അതൊക്കെ കണക്ക് തന്നെ, റിയാലിറ്റി നമുക്കെല്ലാം അറിയുള്ളൂ അല്ലെ. വടക്ക് നിന്ന് തെക്കോട്ടുള്ള ഈ ഒരു മാറ്റമാണ് മധ്യമേഖലയിൽ കൂടുതൽ ആഭ്യന്തര വൈവിധ്യങ്ങൾക്ക് ഉയർന്ന ജാതിയിലെ പുരുഷൻ താഴ്ന്ന ജാതിയിലെ സ്ത്രീയെ വിവാഹം കഴിക്കുന്ന ഹൈപ്പർഗമി രീതികൾക്കൊക്കെ കാരണമാണ്. ഈ മധ്യ ഇന്ത്യയിൽ എന്താണ് ഈ വടക്കിന്റെയും തെക്കിന്റെയും കുറെ ഭാഗങ്ങൾ ഉണ്ട് എന്നതാണ്. കാർവയുടെ ആദ്യകാല പഠനങ്ങളിൽ ഹൈന്ദവേതര സമൂഹങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകിയിരുന്നില്ല എന്നാണ്. അതുപോലെ മിക്ക സോഷ്യോളജിസ്റ്റുകളെയും പോലെ ഐരാവതി കാർവയും കൂട്ടുകുടുംബത്തെ ഇന്ത്യൻ ബന്ധുത്വ വ്യവസ്ഥയുടെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് കണ്ടു. കാലക്രമേണ കൂട്ടുകുടുംബങ്ങളിൽ വന്ന മാറ്റങ്ങളെ അവര് മാപ്പ് ചെയ്യുകയും ഇത് ജീവിതത്തിന്റെ അത്യാവശ്യ ഭാഗമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഓക്കെ, പിന്നെ അതുപോലെ അവര് കൂട്ടുകുടുംബത്തിനൊരു നിർവചനം കൊടുക്കുന്നുണ്ട്. ഇത് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ജനറലി ലിവ് അണ്ടർ വൺ റൂഫ് ഹു ഈറ്റ് ഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഭാഗം കണ്ടാണോ? ഏത് ഭാഗത്തറിയോ? പുസ്തകത്തില് കൂട്ടുകുടുംബത്തിനൊരു ഡെഫിനേഷൻ പറയുന്നുണ്ട്. പൊതുവായിട്ടൊരു മേൽക്കൂരക്ക് കീഴിൽ താമസിക്കുന്ന ഒരേ അടുപ്പിൽ, നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷെ മുന്നേ സോഷ്യോളജി പഠിച്ചിരിക്കണമെങ്കിൽ അതിൽ ഉണ്ടാവും ഇത്. ഒരേ അടുപ്പിൽ പാകം ചെയ്ത ഭക്ഷണം കഴിക്കുന്ന, പൊതുവായി സ്വത്ത് കൈവശം വെക്കുന്ന, കുടുംബത്തിലെ പൊതുവായ ആരാധനകളിൽ പങ്കെടുക്കുന്ന, പരസ്പരം കൃത്യമായി രക്തബന്ധമുള്ള ഒരു കൂട്ടം ആളുകളെയാണ് എന്ത് പറയാ ജോയിന്റ് ഫാമിലി എന്ന് പറയാം. Okay, group of people who generally live under one roof, who eat food cooked at one hearth, who hold property in common and who participate in common family worship and related to each other are some particular type of kindred എന്ന് പറഞ്ഞിട്ടൊരു ഡെഫിനിഷന് കൂട്ടുകുടുംബത്തെ കുറിച്ച് പറയുന്നുണ്ട്. എവിടെ അറിയോ? ഈ കാസ്റ്റ് ആൻഡ് റിലീജിയൻ ഇൻ ദ പ്രീ ആൻഡ് പോസ്റ്റ് ആൻഡ് പീരീഡ് എന്ന് പറഞ്ഞിട്ട് 514 ഒരു ഹെഡിങ് ഉണ്ടോ? അതിന് മുന്നുള്ള ഒരു പാരഗ്രാഫില്ലേ, അതിൽ ഈ ഒരു
ഡെഫിനിഷന് കൂട്ടുകുടുംബത്തെ കുറിച്ച് പറയുന്നുണ്ട്, അത് നോട്ട് ചെയ്ത് വെച്ചുകൊണ്ട് പൊതുവായിട്ടുള്ള ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ താമസിക്കുന്ന പേജ് നമ്പർ 99 താഴത്തെ ലെഫ്റ്റ് സൈഡ് പാരഗ്രാഫ്. പൊതുവായിട്ട് ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ അല്ലെ, നമ്മൾ കൂട്ടുകുടുംബത്തെ കുറിച്ച് പറയണം അല്ലെ. ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ തന്നെ എല്ലാവരും താമസിക്കുക, ഒരേ അടുപ്പിൽ പാചകം ചെയ്ത ഭക്ഷണം, എല്ലാവർക്കും വേറെ വേറെ കോമൺ ഭക്ഷണം ഉണ്ടാവും, ഇല്ല കോമൺ ആയിട്ടുള്ള ഭക്ഷണം വേറെ വേറെ ഉണ്ടാവില്ല. അതുപോലെ കുടുംബത്തിലെ പൊതുവായ ആരാധനകളിൽ പങ്കെടുക്കുക, അതുപോലെ പരസ്പരം കൃത്യമായ ഒരു രക്തബന്ധമുള്ള ഒരു കൂട്ടം ആളുകളെയാണ് ഇത് പറയുന്നത്. കൂട്ടുകുടുംബങ്ങൾ വ്യക്തികൾക്ക് സാമ്പത്തികവും സാമൂഹികമായിട്ടുള്ള ഒരു സുരക്ഷിതത്വം നൽകുന്നു എന്ന് അവർ വാദിച്ചു. കാർവയുടെ പഠനങ്ങൾ സ്ത്രീകളെ കേന്ദ്രീകരിച്ചിട്ടുള്ളതായിരുന്നെങ്കിലും ഒരു റാഡിക്കൽ ഫെമിനിസ്റ്റ് ആയിരുന്നില്ല എന്നുള്ളതാണ്. അവരുടെ പഠനങ്ങളിൽ കുടുംബത്തിലെ പുരുഷാധിപത്യത്തെ കുറിച്ചോ സ്ത്രീ ചൂഷണങ്ങളെ കുറിച്ചോ ഒരിടത്തും പരാമർശം. അതായത് ഈ ഒരു പഠനത്തിന് ചില വിമർശനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ വിമർശകർ പറയുന്നത് വെച്ചാല് ഈ കാർവയുടെ പഠനങ്ങള് കാർവയുടെ സ്ത്രീയായിട്ട് പോലും സ്ത്രീകളെ കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു എങ്കിലും അവരൊരു റാഡിക്കൽ ഫെമിനിസം ആയിരുന്നില്ല എന്നുള്ളതാണ്. അവരുടെ പഠനങ്ങളിൽ കുടുംബത്തിലെ പുരുഷാധിപത്യത്തെ കുറിച്ചോ സ്ത്രീ ചൂഷണങ്ങളെ കുറിച്ചോ ഒരിടത്തും പരാമർശിക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഈ ഒരു ഇതിൽ പറയുന്നത്. ജസ്റ്റ് സമ്മറൈസ് ചെയ്യാം. നോർത്ത് സോണ് പഞ്ചാബ്, സിന്ധ്, ഹിന്ദി, ആസാം, ബീഹാർ, ബംഗാൾ, നേപ്പാൾ ഭാഗത്ത് ഉള്ള ഭാഷ സംസാരിക്കുന്നവരാണ്. പാട്രിലീനിയൽ, പാട്രി ലോക്കൽ ഇതായിരുന്നത്. മാരേജ് റൂൾസ് എന്ന് പറയുന്നത് വില്ലേജ് ആൻഡ് ഗോത്ര എക്സോഗമി, അതുപോലെ സപിൻഡ മാരേജ് റൂൾ ഉണ്ടായിരുന്നു. സാസൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടേ ഫാദറിന്റെ 7 ജനറേഷനും മദറിന്റെ 5 ഇതൊക്കെ. ഓക്കെ. പിന്നെ സെൻട്രൽ സോണ് ഗുജറാത്ത്, രാജസ്ഥാന്, കത്യാട്, ഛത്തീസ്ഗഡ്, ഒഡീഷ, മഹാരാഷ്ട്ര. പാട്രിലീനിയൽ ആയിരുന്നു അവിടെ കൂടുതലായിട്ട്. ഒരു സാൻസ്ക്രിറ്റ് ദ്രാവിഡ മിക്സ് ഇതായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ സതേൺ സോണ് ആന്ധ്ര, കർണാടക, തമിഴ്നാട്, കേരള. പാട്രിലീനിയലും മാട്രിലീനിയലും നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. ഈ കസിൻസ് മാരേജും മറ്റൊക്കെ കാണാൻ പറ്റും. ക്ലാൻ എക്സോഗമി ഇതൊക്കെ പറ്റും. പിന്നെ ഈസ്റ്റേൺ സോണ് വടക്ക് കിഴക്കൻ ഇന്ത്യ മോസ്റ്റ്ലി പാട്രിലീനിയൽ ആയിരുന്നു. മുണ്ടേരി കിൻഷിപ്പ് പ്രോമിനന്റ്, അതുപോലെ പാരലൽ കസിൻ തമ്മിലുള്ള മാരേജ് ഉണ്ടായിരുന്നു. പാരലൽ കസിൻ തമ്മിലുള്ള മാരേജ് നിരോധിച്ചിരുന്നു. ക്രോസ് കസിൻ റയർ ആയിട്ട് അംഗീകരിച്ചിരുന്നു എന്നുള്ളതാണ്. ഓക്കെ. അതുപോലെ ബ്രൈഡ് പ്രൈസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, ഗ്രൂം പ്രൈസിനേക്കാൾ. അതായത് പുരുഷന് സ്ത്രീക്ക് പൈസ കൊടുക്കേണ്ട ഇതായിരുന്നു അവിടെ കൂടുതലായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ ജോയിന്റ് ഫാമിലി കൺസെപ്റ്റ് അല്ലെ, കോമൺ ആയിട്ട് ലിവ് അണ്ടർ വൺ റൂഫ്, ഈറ്റ് വൺ, ഒരേ ബേൽപ്പുരക്ക് കീഴിൽ താമസിച്ച് ഒരേ അടുക്കളയിൽ പാകം ചെയ്ത് ഒരേ പ്രോപ്പർട്ടി, ഒരേ ആരാധന ഇതൊക്കെ ആയിട്ടുള്ള ആ ഒരു ഇതിനെയാണ് അവിടെ പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ. ഇത്രയാണ്. ഇത് ജസ്റ്റ് ഒന്ന് വായിക്കണേ, കാരണം പോയിന്റ്സ് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുണ്ട്. ഓക്കെ. നെക്സ്റ്റ് ഇതിൽ പഠിക്കാനുള്ളതാണ് കാസ്റ്റ് ആൻഡ് റിലീജിയൻ ഇൻ ദ പ്രീ ആൻഡ് പോസ്റ്റ് ആര്യൻ പീരിയഡ്. അദ്ദേഹത്തിന്റെ മറ്റൊരു കൺസെപ്റ്റ് ആയിരുന്നു ഐരാവതി കാർവെ 1961 പ്രസിദ്ധീകരിച്ച ഹിന്ദു സൊസൈറ്റി ആൻഡ് ഇന്റർപ്രിട്ടേഷൻ എന്ന പുസ്തകത്തിലൂടെയാണ് ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയും മതത്തെയും കുറിച്ച് വിശദീകരിക്കുന്നത്. ജാതിയുടെ ഉത്ഭവം, അതിന്റെ വിശകലന യൂണിറ്റ് എന്നിവയിലായിരുന്നു പ്രധാന ശ്രദ്ധ. അപ്പൊ ഈ പുസ്തകം നോട്ട് ചെയ്യാം, ഹിന്ദു സൊസൈറ്റി ആൻഡ് ഇന്റർപ്രിട്ടേഷൻ എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ചലഞ്ചസ്, ഈ ഒരു ഹിന്ദു ആര്യൻ തിയറിക്ക് അദ്ദേഹം ചില ചലഞ്ചസ് ഉണ്ടായിരുന്നു. ഗുരയുടെ ഇതിന് ഗുര പറയുന്നത് എന്താണ്, അതിന് അനുസരിച്ചാണ് ഈ ഒരു ഇതിനെ കുറിച്ച് അവരെ എഴുതിയത് കേട്ടോ. ഗുര പറഞ്ഞ എന്താണ്, ജാതി വ്യവസ്ഥ ഇന്ത്യയിൽ കൊണ്ടുവന്നത് ആര്യന്മാരാണെന്നും അവരുടെ വർണ്ണ വ്യവസ്ഥ വഴിയാണ് ഇത് രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങൾക്ക് വ്യാപിച്ചതെന്നും ഗുര വാദിച്ചു. എന്നാൽ കാർവെ പറഞ്ഞ എന്താണ്, ഐരാവതി കാർവെ പറയാം, ഗുരയുടെ ഈ ഒരു ഇന്തോ ആര്യൻ സിദ്ധാന്തത്തെ കാർവെ വെല്ലുവിളിച്ചു. ആര്യന്മാരുടെ വരവിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു എന്നവർ പറയുന്നത്. ഓക്കെ. അപ്പൊ ഗുര പറഞ്ഞ എന്താണ്, ഗുരയുടെ വാദത്തിന് മറുവാദമായിട്ടാണ് ഇത് വരുന്നത്. അപ്പൊ ഈ വാദത്തെ പിന്തുണക്കാൻ അവർ വിപുലമായിട്ടുള്ള ഒരു ഫീൽഡ് ഡാറ്റയും എത്നോഗ്രഫിയും ഫിസിക്കൽ ആന്ത്രപ്പോളജിയും ഒക്കെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഓക്കെ. അവർ ഫീൽഡിൽ ദീർഘകാലം ചെലവഴിച്ച് ജനങ്ങളുടെ ശാരീരിക സവിശേഷതകൾ അളന്ന് പഠന വിധേയമാക്കി വലിയൊരു ജാതി സമൂഹം കുടിയേറ്റം മൂലമോ തൊഴിൽപരമായിട്ടുള്ള മാറ്റങ്ങൾ മൂലമോ പിളർന്നാണ് ഉപജാതികൾ ഉണ്ടായതെന്ന സോഷ്യോളജിക്കൽ സങ്കല്പത്തെ കാർവെ പൂർണ്ണമായിട്ടും നിരസിച്ചു. അതായത് വലിയൊരു ജാതി സമൂഹം, നമ്മൾ ജാതി എന്ന് പറയുമല്ലോ, ഈ കുടിയേറ്റം മൂലം അല്ലെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള മാറ്റങ്ങൾ മൂലം പിളർന്നാണ്. ഇപ്പൊ ഈ ജാതിക്കൊക്കെ നമുക്ക് ഉപജാതികൾ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെയായിരുന്നു എന്ത് പൊതുവെ ഈ ഒരു സോഷ്യോളജിക്കൽ സങ്കല്പം.
ഈ ഒരു സങ്കല്പത്തെ കാർവ് എന്താണ് പൂർണ്ണമായിട്ടും നിരസിക്കുകയാണ് ചെയ്യുന്നത്. അവര് ജാതി വർണ്ണ അതുപോലെ കാസ്റ്റ് കൺസെപ്റ്റ് ജാതിയെ കുറിച്ച് മറ്റൊക്കെ പറയുന്നുണ്ട്. കാർവയുടെ വിലയിരുത്തലിൽ ജാതി എന്നതൊരു ആര്യൻ പൂർവ്വ കാലഘട്ടത്തിലെ വ്യവസ്ഥയാണ്. ഓക്കെ, കാർവ പറയുന്നത് എന്താണ്? ജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആര്യൻ പൂർവ്വ കാലഘട്ടത്തിലെ വ്യവസ്ഥയാണ്, എന്നാൽ വർണ്ണം എന്നത് എന്താണ്? ആര്യന്മാരുടെ വ്യവസ്ഥയാണ് എന്നുള്ളത്. അതായത് ജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആര്യന്മാരുടെ മുൻകാലത്ത് ഒരു പൂർവ്വ എന്ന് പറഞ്ഞാൽ മുന്നത്തെ വ്യവസ്ഥയാണ്. വർണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആര്യന്മാരുടെ വ്യവസ്ഥയാണ് എന്നാണ് ഈ കയറവ് പറഞ്ഞത്. ഈ രണ്ട് വ്യവസ്ഥകളും പരസ്പരം കൂടിച്ചേർന്നാണ് ഇന്നത്തെ സങ്കീർണമായിട്ടുള്ള ജാതി വ്യവസ്ഥ രൂപപ്പെട്ടത്. മനസ്സിലായോ? ഈ ജാതി വർണ്ണം നമ്മൾ പറയാറുണ്ടല്ലോ, അതിന്റെ ഐരാവതികാരൻ പറയുന്നത് എന്താണ്? ജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആര്യന്മാരുടെ മുന്നേ ഉള്ള കാലഘട്ടത്തിലെ വ്യവസ്ഥയാണ്. വർണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആര്യന്മാരുടെ വ്യവസ്ഥയാണ്. ഈ രണ്ട് വ്യവസ്ഥകളും പരസ്പരം കൂടിച്ചേർന്നാണ് ഇന്നത്തെ ജാതി വ്യവസ്ഥ രൂപപ്പെട്ടതെന്നാണ് പറയുന്നത്. ഉപജാതികൾ എന്ന് വിളിക്കപ്പെടുന്നവ യഥാർത്ഥത്തിൽ വ്യത്യസ്തവും സ്വതന്ത്രമായിട്ടുള്ള ഒരു ജാതികൾ തന്നെയാണ്. ജാതി വ്യവസ്ഥയെ വിശകലനം ചെയ്യാനുള്ള അടിസ്ഥാന യൂണിറ്റായി അവര് ജാതിയെ കണക്കാക്കി. നമ്മൾ ഈ സബ് കാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു സ്വതന്ത്രം അതുപോലെ എന്താണ് വ്യത്യസ്തമായിട്ടുള്ള ജാതികൾ തന്നെയാണ് എന്നാണ് പറയുന്നത്. ബ്രാഹ്മണർ, വൈശ്യർ തുടങ്ങിയിട്ടുള്ള വലിയ ഗ്രൂപ്പുകളെ കാർവെ ജാതി കൂട്ടങ്ങൾ എന്ന് വിളിച്ചു. ബ്രാഹ്മണർ, വൈശ്യർ തുടങ്ങിയിട്ടുള്ള വലിയ ഗ്രൂപ്പുകളെ കാർവെ ജാതി കൂട്ടങ്ങൾ, കാസ്റ്റ് ക്ലസ്റ്റർ എന്ന് വിളിച്ചു. വ്യത്യസ്ത കാലങ്ങളിലും സ്ഥലങ്ങളിലും വെച്ച് ഒരേ സാമൂഹിക പദവി നേടിയെടുത്ത വിവിധ സ്വതന്ത്ര ജാതികളുടെ കൂട്ടായ്മയാണ് അത്. അദ്ദേഹത്തിന്റെ മറ്റൊരു കൺസെപ്റ്റാണ് ഈ പറഞ്ഞ കാസ്റ്റ്, അതുപോലെ പറഞ്ഞല്ലോ, അതേപോലെ അദ്ദേഹത്തിന്റെ മറ്റൊരു കൺസെപ്റ്റാണ് കാസ്റ്റ് ക്ലസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. കാസ്റ്റ് ക്ലസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതി കൂട്ടങ്ങൾ. ബ്രാഹ്മണർ, വൈശ്യർ തുടങ്ങിയിട്ടുള്ള വലിയ ഗ്രൂപ്പുകളെയാണ് കാർവെ ജാതി കൂട്ടങ്ങൾ എന്ന് വിളിച്ചത്. വ്യത്യസ്ത കാലങ്ങളിലും സ്ഥലങ്ങളിലും വെച്ച് ഒരേ സാമൂഹിക പദവി നേടിയെടുത്ത വിവിധ സ്വതന്ത്ര ജാതികളുടെ ഒരു കൂട്ടായ്മയാണിത്. ഈ ജാതി കൂട്ടങ്ങളിൽ ഒരേ ജാതിയും അന്തർവിവാഹവും, അതായത് എൻഡോമസ് വേറിട്ട് സ്വത്തം നിലനിർത്തും. അതായത് ഇപ്പൊ കേരളത്തില് നമ്പൂതിരി ബ്രാഹ്മണരും കൊങ്കണി ബ്രാഹ്മണരും തമ്മിൽ വിവാഹം കഴിക്കാറില്ല. അപ്പൊ അവർ ഈ ജാതി കൂട്ടങ്ങൾ തമ്മിൽ തന്നെ എന്താണ് ഓരോ ഇത് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അവരുടെ വിപുലമായിട്ടുള്ള ബ്രാഹ്മണ സ്വത്തം പങ്കിടുമ്പോഴും സ്വന്തം ജാതിക്കുള്ളിൽ മാത്രം വിവാഹം കഴിച്ച് നമ്പൂതിരി അല്ലെങ്കിൽ കൊങ്കണി എന്നത് സ്വത്തം കൃത്യമായിട്ട് അതിപ്പോ രണ്ട് ടൈപ്പ് ബ്രാഹ്മണരാണ്. നമ്പൂതിരി ബ്രാഹ്മണരും കൊങ്കണി ബ്രാഹ്മണരും ഈ ജാതിക്കുള്ളിൽ തന്നെയുള്ള ബ്രാഹ്മണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഏറ്റവും വലിയൊരു വിഭാഗമാണ്. അതിനുള്ളിൽപ്പെട്ട രണ്ട് വിഭാഗമാണ് എന്ത്? നമ്പൂതിരി വേറെ, കൊങ്കണി വേറെ. എന്നാൽ എന്താണ്, ഈവൻ ബ്രാഹ്മണരായിട്ട് പോലും നമ്പൂതിരിയെയും കൊങ്കണിയെയും മാത്രമാണ് വിവാഹം കഴിക്കുന്നത്. എല്ലാം എന്ത് ചെയ്യില്ല? നമ്പൂതിരി കൊങ്കണിയെ വിവാഹം കഴിക്കാറില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, മറ്റൊന്ന്, ഈ ഒരു പ്രിയാര്യൻ ജാതി സിദ്ധാന്തം സമർത്ഥിക്കാൻ അവര് ചില തെളിവുകൾ പറയുന്നുണ്ട്. ഒന്ന്, വർണ്ണ ആസ് എ ക്ലാസ് ഇൻ സാക്ക. ജനങ്ങളുടെ ചർമ്മത്തിന്റെ നിറം അടിസ്ഥാനമാക്കിയാണ് വർണ്ണം എന്ന വാക്ക് ഉണ്ടായത്. ഓക്കെ, മനസ്സിലായോ? അവർ പറയുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ജനങ്ങളുടെ ചർമ്മത്തിന്റെ നിറം അടിസ്ഥാനമാക്കിയിട്ടാണ് വർണ്ണം എന്ന വാക്കുണ്ടായത്. വെളുത്ത ചർമ്മമുള്ളവരും ആര്യന്മാരും ഇരുണ്ട ചർമ്മമുള്ള തദ്ദേശീയരും തമ്മിലുള്ള വേർതിരിവാണ് ഇതെന്നായിരുന്നു പൊതുവായിട്ടുള്ള ഒരു ധാരണ. ഓക്കെ, അപ്പൊ അവരുടെ ഒരു ഇതെന്താണ്, ചർമ്മത്തിന്റെ നിറം അടിസ്ഥാനമാക്കിയാണ് വർണ്ണം എന്ന വാക്കുണ്ടായത്. വെളുത്ത ചർമ്മമുള്ള ആര്യന്മാരും ഇരുണ്ട ചർമ്മമുള്ള തദ്ദേശീയരും തമ്മിലുള്ള ഒരു വേർതിരിവാണ് ഇതെന്നായിരുന്നു പൊതുവായിട്ടുള്ള ധാരണ. എന്നാൽ കാർവെ പറയുന്നത് എന്താണ്? പവിത്ര ഗ്രന്ഥങ്ങളിൽ വർണ്ണം എന്നാൽ ക്ലാസ് എന്നാണ് അർത്ഥാക്കുക. നമ്മൾ ക്ലാസ് പറയാറില്ലേ, ഹയർ ക്ലാസ്, ലോവർ ക്ലാസ്. അതുപോലെ വേദകാല സാഹിത്യത്തിലെ ആദ്യ 3 വർണ്ണങ്ങള് പുരോഹിതന്മാർ, പ്രഭുക്കന്മാരും രാജാക്കന്മാരും സാധാരണക്കാർ എന്നീ 3 ക്ലാസ്സുകളെയാണ് സൂചിപ്പിച്ചത്. ഓക്കെ, അതായത് ഇതിന്റെ മുന്നേ ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ, വേദകാല സാഹിത്യത്തിൽ ആദ്യത്തെ 3 വർണ്ണങ്ങള് പുരോഹിതന്മാര് ഒരു വിഭാഗം, പ്രഭുക്കന്മാരും രാജാക്കന്മാരും രണ്ടാമത്തെ ക്ലാസ് സാധാരണക്കാർ എന്നിങ്ങനെ 3 ക്ലാസ്സുകളെയാണ് സൂചിപ്പിച്ചത്. ആര്യന്മാര് കീഴടക്കിയിട്ടുള്ള തദ്ദേശീയരായിട്ടുള്ള ജനവിഭാഗങ്ങളാണ് 4ാമത്തെ വർണ്ണമായിട്ടുള്ള ശൂദ്രരായിട്ട് മാറിയത്. അപ്പൊ അവര് ജസ്റ്റ് എന്താണ് ഇതിന് ചില തെളിവുകൾ പറയുന്നത് ഒന്നാണ്. പിന്നെ രണ്ടാമത്തേതായിട്ട് പറയുന്നതാണ് മനുസ്മൃതി എന്ന് പറയുന്ന ഗ്രന്ഥത്തെ ഒന്ന് അനലൈസ് ചെയ്യാം. ജാതി എന്ന് പറയുന്ന ഒരു പദം ആദ്യമായിട്ട് പരാമർശിക്കുന്നത് ഇത്തരത്തില് മനുസ്മൃതിയിലാണ്. വ്യത്യസ്ത ജാതികൾ തമ്മിലുള്ള വിവാഹം വഴിയാണ് ഉപജാതികൾ ഉണ്ടായതെന്ന് മനു നിർവചിക്കുന്നുണ്ട്.
മനുവിന്റെ ആശയങ്ങൾ വ്യക്തമായിട്ട് അവതരിപ്പിക്കാൻ കഴിയാത്തത് ആര്യൻ പൂർവ്വകാലത്തെ ആര്യന്മാരുടെ മുന്നത്തെ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നാലാണെന്ന് കാർവെ വിലയിരുത്തുന്നുണ്ട്. ഓക്കെ, പിന്നീട് മറ്റൊന്ന് പറയുന്നത് ഈ ആരപ്പൻ എക്സ്കവേഷനെ കുറിച്ചാണ്. ആരപ്പ കേട്ടിട്ടില്ലേ? ആരപ്പൻ നാഗരികതയിലെ ഖനനങ്ങളിൽ ഒരു തെരുവ് മുഴുവൻ കല്ല് ഉരലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. കല്ലിന്റെ ഉരലില്ലേ നമ്മൾ സാധാരണ, ഇത് പ്രത്യേക തൊഴിൽ ചെയ്യുന്നവർ ഒരുമിച്ച് താമസിക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. ഇന്നത്തെ ഇന്ത്യയിലെ ജാതി കോളനികൾക്ക് സമാനമായിട്ട് ഇത് ആര്യന്മാരുടെ വരവിന് മുമ്പുള്ളൊരു തൊഴിൽപരമായിട്ടുള്ള വേർതിരിവിന്റെ തെളിവായിട്ട് പറയുന്നതാണ്. അപ്പൊ ഒരു മൂന്നാമത്തെ ഒരു തെളിവായിട്ട് പറയുന്നത് ആരപ്പന്മാരുടെ കാലഘട്ടത്തിലൊരു ഇതാണ്. കാരണം അവിടെ എന്താണ്, ഒരു തെരുവ് മുഴുവൻ കല്ല് ഉരുളകൾ കണ്ടെത്തി ഒരു പ്രത്യേക തൊഴിൽ ചെയ്യുന്നവർ ഒരുമിച്ച് താമസിക്കുന്ന രീതിയാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ അന്ന് തന്നെ ഇത്തരത്തിലുള്ള ഒരു ജാതി ഇന്ന് കാണുന്ന നമ്മളിപ്പോ ഒരേ ജാതി കോളനികൾ ഉണ്ടല്ലോ, അതുപോലെ എഴുതുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഈ ഒരു ജാതികളുടെ സ്വഭാവം ഗോത്രങ്ങളുടേതിന് സമാനമാണ്. ഈ പ്രത്യേകിച്ച് അന്തർവിവാഹ രീതികള്, ആഭ്യന്തര സാമൂഹിക നിയന്ത്രണം, വ്യാപിച്ചു കിടക്കുന്ന പ്രദേശങ്ങൾ എന്നിവയും ജാതിയും ഗോത്രമൊക്കെ ഒരുപോലെയാണ്. ആഫ്രിക്കയിലെ മൾട്ടി ട്രൈബ് സമൂഹങ്ങളിലും സമാനമായിട്ടുള്ള ഒരു ജാതി ശ്രേണി നമുക്ക് കാണാം. ഇത് എന്താ വെച്ചാല് അവസാനമായിട്ട് എന്താണ്, ഈ ഒരു ട്രൈബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ ആദിവാസികളുണ്ടല്ലോ. അപ്പൊ ഈ ജാതികളുടെ സ്വഭാവം എന്ന് പറയുന്നത് എന്താണ്, ഈ ഗോത്രങ്ങളുടേതിന് സമാനമായിട്ടുള്ള ഒന്നാണ്. അന്തർവിവാഹ രീതികളും അതുപോലെ ആഭ്യന്തര ഏജന്റുകൾ വഴിയുള്ള സാമൂഹിക നിയന്ത്രണം, അതുപോലെ വ്യാപിച്ചു കിടക്കുന്ന പ്രദേശങ്ങൾ എന്നിവയിൽ ജാതിയും ഗോത്രമൊക്കെ ഒരുപോലെയാണ് എന്നാണ് പറയുന്നത്. പിന്നീട് ഇതിന്റെ ഒരു എവല്യൂഷൻ, ഋഗ്വേദത്തിലെ സ്ത്രോത്രങ്ങൾ കാണുന്ന മിത്രൻ, വരുണൻ, ഇന്ദ്രൻ, അഗ്നി തുടങ്ങിയിട്ടുള്ള ദേവന്മാര് ആര്യന്മാരുടേതായിരുന്നു. എന്നാൽ പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ട ത്രയംബകൻ, അതുപോലെ അതായത് ശിവനെയാണ് ത്രയംബകൻ എന്ന് പറയാം, മാതൃദേവങ്ങൾ എന്നിവ ഹാരപ്പൻ നാഗരികതയുടെ അല്ലെങ്കിൽ ആര്യൻ പൂർവ്വ ജനത. അതിൽ ഈ ഒരു നമ്മൾ പറഞ്ഞത് വെച്ചിട്ട് അതിന്റെ ഒരു എവല്യൂഷനെ കുറിച്ച് പറയാണ് ചെയ്യുന്നത്. പിന്നെ പുനർജന്മം എന്ന ആശയം യഥാർത്ഥത്തിൽ ഇൻഡോ ആര്യ അല്ലെങ്കിൽ ഗ്രീക്ക് പാരമ്പര്യത്തിലുള്ളതായതിനാൽ അത് ആര്യൻ പൂർവ്വ തദ്ദേശീയ ചിന്തകളിൽ നിന്ന് ആര്യന്മാര് കടമെടുത്തതാണ്. അതുപോലെ ആര്യന്മാര് വ്യത്യസ്ത ചിന്തകളെ ഒരുമിച്ച് ചേർത്ത് ജാതി വ്യവസ്ഥയെ ന്യായീകരിക്കുന്ന ഒരു തത്വശാസ്ത്രമാക്കിയിട്ടൊക്കെ മാറ്റി എന്നതാണ്. പിന്നീട് ഇതിൽ പറയുന്നത് ഒരു പരമ്പരാഗത ഇന്ത്യൻ സൊസൈറ്റിയെ കുറിച്ചുള്ള ഒരു അസസ്മെന്റ് ആണ് പറയുന്നത്. ഒരു പരമ്പരാഗത ഓറിയന്റലിസ്റ്റ് ശൈലിയിലെ പുരാതന സംസ്കൃത സാഹിത്യത്തിലൂടെ സമകാലിക സാമൂഹിക ആചാരങ്ങളെ മനസ്സിലാക്കാനാണ് ഐരാവതി കാർവെ ശ്രമിച്ചത്. അതായത് ഇന്ത്യൻ സൊസൈറ്റിയെ കുറിച്ചുള്ള ഒരു അസസ്മെന്റിനെ പറയുകയാണെങ്കിൽ എന്താണ്, ഒരു പരമ്പരാഗത ഓറിയന്റലിസ്റ്റ് ശൈലിയിൽ പുരാതന സംസ്കൃത സാഹിത്യത്തിലൂടെ സമകാലിക ആചാരങ്ങളെ മനസ്സിലാക്കാനാണ് ഐരാവതി കാർവെ ശ്രമിച്ചത്. അതിലെന്താണ്, ഈ GS ഗുരയുടെ ശക്തമായിട്ടുള്ള സ്വാധീനം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കുടുംബം, ബന്ധുത്വം, ജാതി, മതം എന്നിവയാണ് ഇന്ത്യൻ സംസ്കാരത്തിന്റെ അടിസ്ഥാന ശിലകളെന്ന് ഇരുവരും വിശ്വസിച്ചു. കൂടാതെ ഐന്ത്യ സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു സമൂഹം എന്നൊരു പൊതുവൽക്കരണം ഇവർ പങ്കുവച്ചു. ഓക്കെ, അതായത് ഹിന്ദു സമൂഹം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈന്ദവ സമൂഹമാണ് എന്നുള്ള ഗുരു പറഞ്ഞ് അദ്ദേഹത്തിനെ കാർവെ അതുപോലെ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. എന്നാൽ സമകാലിക സമൂഹത്തിൽ കുടിയേറ്റം, ചലനാത്മകത, വിദ്യാഭ്യാസം ഇതൊക്കെ കാരണം പരമ്പരാഗത ബന്ധുത്വ ഘടനകളെയും ഗോത്ര നിയമങ്ങളൊക്കെ സ്വാധീനം കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. അതിപ്പോ നമ്മൾ ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ എന്താണ്, ഈ കുടിയേറ്റം, പല രീതിയിലുള്ള കുടിയേറ്റങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ ചലനാത്മകത, വിദ്യാഭ്യാസം ഇതൊക്കെ കാരണം പരമ്പരാഗത ബന്ധുത്വ ഘടനകളെയും ഗോത്ര നിയമങ്ങളുടെയൊക്കെ സ്വാധീനം കുറഞ്ഞു വരുന്നു. ആളുകൾ കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് ന്യൂക്ലിയർ കുടുംബങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ. ഓക്കെ, അപ്പൊ ഈ ഒരു ഭാഗത്ത് പറയുന്നത് ഇതിൽ ശരിക്കും എന്താണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്, ഗുരയുടെ ആര്യനധിഷ്ഠിത സിദ്ധാന്തത്തെ എതിർത്തുകൊണ്ടാണ് ജാതിക്ക് ആര്യൻ പൂർവ്വ അല്ലെങ്കിൽ ആര്യന്മാരുടെ മുന്നേ ഒരു ഉത്ഭവം ഉണ്ടെന്ന് വാദിച്ചുകൊണ്ടാണ് ഈ ഒരു പുസ്തകത്തില് ആര് പറയുന്നത്, ഹിന്ദു സൊസൈറ്റി ആൻഡ് ഇന്റർപ്രിട്ടേഷൻ എന്നൊരു ബുക്ക് ആരെഴുതുന്നത്, ഐരാവതി കാർവെ എഴുതുന്നത്. ജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രീ ആര്യൻ വ്യവസ്ഥയായിരുന്നു, വർണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആര്യൻ വ്യവസ്ഥ. ഇവ രണ്ടും ചേർന്നാണ് ഇന്നത്തെ ജാതി വ്യവസ്ഥ ഉണ്ടായത്. ഒരേ സാമൂഹിക പദവി നേടിയെടുത്ത വിവിധ സ്വതന്ത്ര ജാതികളുടെ ഒരു കൂട്ടായിരുന്നു ക്ലാസ് ക്ലസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ പ്രീ ആര്യൻ എവിഡൻസ്, പ്രീ ആര്യന്മാർ ആര്യൻ കാസ്റ്റിന് ഇതുണ്ട് എന്ന് പറയുന്നത്, കാസ്റ്റ് മുന്നേ ഉണ്ടായിരുന്നു എന്ന് പറയാനുള്ള കാരണങ്ങൾ എവിഡൻസ് ആയിട്ട് പറയുന്നത് എന്താണ്,
ആരപ്പൻ ജനനങ്ങളിലെ പ്രത്യേക തൊഴിൽ തെരുവുകൾ. ഇപ്പൊ നമ്മൾ മറ്റേ ഒരു ഒരല് കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞല്ലേ, അതുപോലെ ജാതിയും ഗോത്രങ്ങളും തമ്മിലുള്ള സമാനതകൾ. പിന്നെ ആര്യൻ ദൈവങ്ങളിലേക്ക് പ്രിയ ആര്യൻ ദൈവങ്ങളായിട്ടുള്ള ശിവനെയും മാനദൈവങ്ങളെയും ഒക്കെ കൂട്ടിച്ചേർത്തു. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഐരാവതി കാർവയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. പ്രധാനമായിട്ടും ഐരാവതി കാർവ നമ്മൾ നേരത്തെ പറഞ്ഞ ഫീൽഡ് വർക്കും ടെക്സ്റ്റൽ രണ്ടും പാടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഇതായിരുന്നു കൊണ്ടുവന്നത്. GS ഗുരയുടെ ശിഷ്യായിരുന്നു. കിൻഷിപ്പ് ഓർഗനൈസേഷൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ കിൻഷിപ്പിന്റെ 4 സോണുകളുടെ പ്രത്യേകതകളാണ് ഇതിൽ പ്രധാനമായിട്ടും പറഞ്ഞത്. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ, ഓക്കെ ആണോ? എനി ഡൗട്ട്? നിങ്ങൾ ഇതൊന്ന് വായിക്കണം കേട്ടോ. ഇത് ജസ്റ്റ് ഇതുകൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രമല്ല, കാരണം ഇത് വായിച്ചാലേ നിങ്ങൾക്ക് ഒന്നുകൂടെ കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. ഓക്കെ, നിങ്ങളെ മുഖഭാവം കാണാം. ഇതൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? ഇതൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? ഈ കണ്ടെത്തലുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? അതെല്ലാം മാറിയില്ലേ? അവിടെ ഇതൊക്കെ മാറി വായിച്ചിട്ട് നമുക്ക് പഠിക്കാൻ പറ്റില്ലല്ലോ. അതെ, എല്ലാം മാറി, മുഴുവനും മാറി. ആരും സന്നിവേഷം തന്നെ ഇല്ലാതെ ഇപ്പൊ കണ്ടെത്തിയത്. അതെ 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 അതെ. ഓക്കെ, എന്തായാലും നിങ്ങൾ പുസ്തകം പാടെ ഒന്ന് വായിക്കണം കേട്ടോ. ഒരു 2 മിനിറ്റ് 2-3 മിനിറ്റ് ഒന്ന് ബ്രേക്ക് എടുക്കാം കേട്ടോ. ശരി ശരി.
തുടങ്ങാം. തുടങ്ങല്ലേ? ഓക്കെ അല്ലേ? എല്ലാരും കൂടെ ഇല്ലേ? ആരും പോയിട്ടില്ലല്ലോ. സർ തുടങ്ങാം. ഓക്കെ അല്ലേ ആ ഭാഗം? ഓക്കെ സർ. ഓക്കെ. നെക്സ്റ്റ് AM ഷാ. നമ്മള് AM ഷായുടെ ചെറിയതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അദ്ദേഹത്തിന്റെ കൺസെപ്റ്റുകളിലേക്ക് പോവാം. അരവിന്ദ് മണിലാൽ ഷാ, അതാണ് അദ്ദേഹത്തിന്റെ ഫുൾ നെയിം. ഷാ എന്ന് കാണുമ്പോ അരവിന്ദ്, ഒരു മിനിറ്റ്. ഓക്കെ, അദ്ദേഹത്തിന്റെ പേരെന്താണ്? ഞാൻ പറഞ്ഞ എന്താണ്? അരവിന്ദ് മണിലാൽ ഷാ. അദ്ദേഹത്തിന്റെ ഡിഗ്രി അതുപോലെ PhD ഒക്കെ നേടിയത് MS യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. MN ശ്രീനിവാസന് കീഴിലാണ് അദ്ദേഹം പരിശീലനം നേടിയത്. ഡൽഹി യൂണിവേഴ്സിറ്റി സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റിലെ ആദ്യകാല ഫാക്കൽറ്റി അംഗങ്ങളിൽ ഒരാളായിരുന്നു അദ്ദേഹം. 1996 അദ്ദേഹത്തിന്റെ ഈ അധ്യാപന ജീവിതത്തിൽ നിന്ന് വിരമിച്ചു. 2020 സെപ്റ്റംബറിൽ അദ്ദേഹം മരിക്കുന്നത് വരെ സോഷ്യോളജിയിൽ സജീവമായിട്ടുള്ള സംഭാവനകൾ നൽകി. ജാതി, കുടുംബം, ഗ്രഹം, അതായത് ഹൗസ് ഹോൾഡ്, ഈ ഒരു വാക്കാണ് ഇനി നമ്മൾ കൂടുതലായിട്ട് പറയുന്നത് കേട്ടോ. ഗ്രഹം എന്നാണ്, നമ്മൾ വീട് എന്ന് പറയില്ലേ, അതെ, എന്നതിനെ കുറിച്ചാണ് അദ്ദേഹം പ്രധാനമായിട്ടും എഴുതിയത്. അദ്ദേഹത്തിന്റെ ഭൂരിഭാഗം ഫീൽഡ് വർക്കുകളും ഗുജറാത്തിലാണ് നടന്നത്. ഓക്കെ, അപ്പൊ AM ഷാ കൂടുതലായിട്ട് ഫീൽഡ് വർക്ക് നടത്തിയ എവിടെയാണ്? ഗുജറാത്തിൽ കേട്ടോ. അദ്ദേഹത്തിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ പേഴ്സ്പെക്റ്റീവ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഓക്കെ, സോഷ്യോളജിയിലെ ചരിത്രപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളിൽ പരിശീലനം നേടിയിട്ടുള്ള ഷാ ഗുജറാത്തിലെ ഗ്രാമീണരുടെ ഘടനയും മാറ്റങ്ങളും വിശകലനം ചെയ്ത് ജാതിയെയും കുടുംബത്തെയും ഒരു ചരിത്രപരമായിട്ടുള്ള പശ്ചാത്തലത്തിൽ നിർത്തിക്കൊണ്ടാണ്. അപ്പൊ പ്രധാനമായിട്ടും ഗുജറാത്തിലെ ഗ്രാമീണരായിട്ടുള്ള, അതുപോലെ ജാതി എങ്ങനെയാണ് വരുന്നത്, കുടുംബം എങ്ങനെയാണ് വരുന്നത്, അങ്ങനെ ആ രീതിയിലാണ് അദ്ദേഹം നടത്തിയത്. അദ്ദേഹത്തിന് നിരവധി പുരാരേഖകൾ അദ്ദേഹം പരിശോധിച്ചു. പുരാരേഖകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ പഴയ പുരാവസ്തു എന്നൊക്കെ പറയില്ലേ നമ്മള്, അങ്ങനെയുള്ള. അദ്ദേഹം ഈ ചരിത്രം പഠിക്കാൻ അദ്ദേഹം ഇൻഡോളജിക്കൽ ഗ്രന്ഥങ്ങളെയോ അതുപോലെ ഹൈന്ദവ പ്രമാണങ്ങളെയോ അദ്ദേഹം ആശ്രയിച്ചില്ല എന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലായോ? നമ്മള് മറ്റേ ഐരാധികാർവേലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഇൻഡോളജിക്കൽ ടെക്സ്റ്റും ഇതൊക്കെ ഉപയോഗിച്ചിരുന്നതാണ്. എന്നാൽ ഇവര് അതിനൊന്നും ആശ്രയിച്ചില്ല. ഡൽഹി സ്കൂൾ ഓഫ് സോഷ്യോളജിയിലെ സ്ട്രക്ചറൽ ഫങ്ഷണലിസം ആയിരുന്നു പ്രബലമായിരുന്നത് അദ്ദേഹത്തിന്റെ കാലത്ത്. നിലവിലുള്ള സംഘടനകളെ മനസ്സിലാക്കാൻ ചരിത്രം ആവശ്യമില്ല എന്നതായിരുന്നു അവരുടെ വാദം. എന്നാൽ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ചരിത്രത്തിന് പ്രാധാന്യം നൽകിയ ഒരു എക്സെപ്ഷൻ AM ഷാ പുരാതന ഹിന്ദു നിയമങ്ങളെ ഒരു സോഷ്യോളജിക്കൽ യാഥാർത്ഥ്യവുമായി കാണാൻ കഴിയുന്ന ചോദ്യം അദ്ദേഹം ഉയർത്തി. അതായത് അതേതാണ്, ഈ നിലവിലുള്ള സോഷ്യോളജിസ്റ്റുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇതായിരുന്നു. പുരാതന ഹിന്ദു നിയമങ്ങളെ ഒരു സോഷ്യോളജിക്കൽ യാഥാർത്ഥ്യവുമായി, സോഷ്യോളജിക്കൽ ഫാക്റ്റ് ആയിട്ട് കാണാൻ കഴിയുമെന്ന ചോദ്യമായിരുന്നു അദ്ദേഹം ഉയർത്തിയത്. 1973 അദ്ദേഹം കുടുംബത്തെ കുറിച്ചുള്ള, ഇത് ജസ്റ്റ് ഒരു ബ്രീഫ് ആയിട്ടുള്ള ഇതാട്ടോ പറഞ്ഞത്, ഇനിയുള്ള ഭാഗങ്ങൾ നോക്കേണ്ടത് നിങ്ങൾ. 1973 അദ്ദേഹം കുടുംബത്തെ കുറിച്ചുള്ള തന്റെ പ്രധാന കൃതിയായിട്ടുള്ള ഹൗസ് ഹോൾഡ് ഡയമെൻഷൻസ് ഓഫ് ദ ഫാമിലി, എ ഫീൽഡ് സ്റ്റഡി ഇൻ ഗുജറാത്ത് വില്ലേജ് പ്രസിദ്ധീകരിച്ചു. ഓക്കെ, അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരെന്താണ്? ഹൗസ് ഹോൾഡ് ഡയമെൻഷൻസ് ഓഫ് ദ ഫാമിലി, എ ഫീൽഡ് സ്റ്റഡി ഇൻ ഗുജറാത്ത് വില്ലേജ് എന്നായിരുന്നു ആ പുസ്തകത്തിന്റെ പേര്. കുടുംബത്തെ കുറിച്ചുള്ള പഠനങ്ങളിൽ ഒരു പുതിയ ഘട്ടത്തിന് ഷാ ഇതിലൂടെ തുടക്കം കുറിച്ചു. കുടുംബത്തെയും ഗ്രഹത്തെയും പഠിക്കുന്ന പരമ്പരാഗത ചട്ടക്കൂടുകളെ അദ്ദേഹം വെല്ലുവിളിച്ചു. ഇന്ത്യയിലെ കുടുംബങ്ങളെയും ഗ്രഹങ്ങളെയും പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വഴി വിശകലനാത്മകമായിട്ടുള്ള വിവരണങ്ങളാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു.
അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത് എന്താണ്? വിശകലനാത്മകമായിട്ടുള്ള വിവരണങ്ങൾ, അനലിറ്റിക്കൽ ഡിസ്ക്രിപ്ഷൻ എന്നുള്ളതാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. സോഷ്യോളജിയിൽ നിലവിലുണ്ടായിരുന്ന കൂട്ടുകുടുംബം, അണുകുടുംബം, അതായത് അത് തമ്മിലുള്ള ആ ഒരു ഡയോട്ടമി, ആ ഒരു വിഭജനം, ഈ കൂട്ടുകുടുംബം അണുകുടുംബം തമ്മിലുള്ള ആ ഒരു വിഭജനം ഒരു വിശകലന ഉപകരണം എന്ന നിലയിൽ തികച്ചും ഉപയോഗശൂന്യമാണെന്ന് അദ്ദേഹം വാദിച്ചു. പരമ്പരാഗത ഇന്ത്യൻ കുടുംബത്തിലെ പല സോഷ്യോളജിക്കൽ പഠനങ്ങളും തെറ്റായിട്ട് ചിത്രീകരിക്കുന്നുണ്ടെന്നും അതിന് കൂടുതൽ വ്യക്തത വരുത്തണമെന്നും അദ്ദേഹം വിശ്വസിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ പരിമിതമായിട്ടുള്ള സ്രോതസ്സുകൾ വെച്ച് ഭൂതകാലത്തെ അമിതമായിട്ട് വ്യാഖ്യാനിക്കുന്നതിനോടും പൊതുവായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുന്നതിനോടും അദ്ദേഹം യോജിച്ചു. ജസ്റ്റ് ഇത്രയും പറഞ്ഞ എന്താണ്? അദ്ദേഹത്തിന്റെ ബ്രീഫ് ആയിട്ടുള്ളൊരു ഇതാണ് കേട്ടോ. ഇനിയാണ് നമ്മൾ പോയിന്റിലേക്ക് വരുന്നത്. അദ്ദേഹത്തിന്റെ ഒരു പ്രധാന കൺസെപ്റ്റ് ആണ് ഹൗസ് ഹോൾഡ് ആൻഡ് ഫാമിലി ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, പൊതുവെ ഒരു പരമ്പരാഗത സോഷ്യോളജിസ്റ്റുകളുടെ കാഴ്ചപ്പാട് ഇന്ത്യൻ കുടുംബഘടനയുടെ അടിസ്ഥാനം കൂട്ടുകുടുംബം എന്നാണ് ഷാക്ക് മുമ്പുള്ള ഭൂരിഭാഗം സോഷ്യോളജിസ്റ്റുകളും വിശ്വസിച്ചിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഐരാധികാരവന്റെ ഇതിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷാ അതിനെ എതിർത്തു എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് അവരുടെയൊക്കെ അഭിപ്രായത്തിൽ എന്താണ്? കൂട്ടുകുടുംബമാണ് ഇന്ത്യൻ കുടുംബഘടനയുടെ അടിസ്ഥാനം എന്നായിരുന്നു സോഷ്യോളജിസ്റ്റുകൾ വിശ്വസിച്ചിരുന്നത്. ബ്രിട്ടീഷ് ഭരണം, ആധുനിക വിദ്യാഭ്യാസം, നഗരവൽക്കരണം ഇതൊക്കെ കാരണം കൂട്ടുകുടുംബങ്ങൾ തകരുകയും അവ അണുകുടുംബങ്ങൾക്ക് വഴിമാറുകയും ചെയ്യുന്നു എന്ന് പലരും വാദിച്ചു. ഈ രണ്ടിൽ കൂടുതൽ തലമുറകളിൽപ്പെട്ട പുരുഷന്മാരും അവരുടെ ഭാര്യമാരും മക്കളും ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ താമസിക്കുക, പൊതുവായ സ്വത്ത് പങ്കിടുക, പൊതുവായ ആരാധന നടത്തുക, ഒരേ അടുക്കളയിൽ പാകം ചെയ്ത് ഭക്ഷണം കഴിക്കുക, ഇതൊക്കെയാണ് എന്ത് കൂട്ടുകുടുംബത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ. എന്നാല് അപ്പോ എന്താണ് ഇതിൽ പറയുന്നത് വെച്ചാൽ ഈ കൂട്ടുകുടുംബത്തിന്റെ ഒരു പരമ്പരാഗത നിർവചനം നമ്മൾ നേരത്തെ ഐരാവതി കാർവേന്റെ അതിൽ പറഞ്ഞല്ലോ, ഒരേ വീട്ടിൽ താമസിച്ച് ഒരേ അടുക്കള, ഒരേ മേൽക്കൂര എന്നൊക്കെ പറഞ്ഞല്ലോ. എന്നാൽ ചില പണ്ഡിതന്മാര് ഈ ഒരു കൺസെപ്റ്റിനോട് വിയോജിച്ചു. കൂട്ടുകുടുംബത്തിലുള്ളവരെപ്പോഴും ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ താമസിക്കണം എന്നല്ല എന്ന് അവർ പറഞ്ഞു. പ്രത്യേകിച്ച് ഈ നഗരങ്ങളിലേക്ക് കുടിയേറിയ തൊഴിലാളികള് നാട്ടിലുള്ള കുടുംബവുമായിട്ട് ശക്തമായിട്ടുള്ള ഒരു ബന്ധം പുലർത്തുകയും പണം അയക്കുകയും നാട്ടിലെ സ്വത്ത് അവകാശങ്ങൾ നിലനിർത്തുകയും ചെയ്തിരുന്നു. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, ഒരേ പുരുഷന്മാരെന്താണ് ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ താമസിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതേസമയം ഇപ്പോ ഒരു കുടുംബത്തിൽപ്പെട്ട ആള് പുറത്തേക്ക് ജോലിക്ക് പോയി കഴിഞ്ഞാൽ, നഗരത്തിലേക്കോ മറ്റൊക്കെ പോയി കഴിഞ്ഞാൽ അയാൾ താമസിക്കുന്നത് എന്തായിരിക്കും? വേറെ സ്ഥലത്തായിരിക്കുമല്ലോ. എന്നാൽ എന്താണ്, ആ തൊഴിലാളി അയാൾ എന്ത് ചെയ്യും? കുടുംബവുമായിട്ട് ശക്തമായിട്ടുള്ള ബന്ധം പുലർത്തുന്നുണ്ടാവും, പണം അയക്കുന്നുണ്ടാവും, നാട്ടിലെ സ്വത്തില് ആ നിലവിലുള്ള അവകാശം നിലനിർത്തുകയും ചെയ്യുന്നു. ഇപ്പൊ നമ്മളൊക്കെ ഏകദേശം ആ രീതിയിലായിരിക്കും. ഈ ഒരു ആശയക്കുഴപ്പം പരിഹരിക്കാന് ഹൗസ് ഹോൾഡ് ഫാമിലി തമ്മിൽ കൃത്യമായിട്ടുള്ളൊരു വേർതിരിവ് വേണമെന്ന് ഏംഷ ആവശ്യപ്പെട്ടു. കൂട്ടുകുടുംബം, അതിനെയാണ് കൂട്ടുകുടുംബം എന്ന വാക്ക് നിയമപരമായിട്ടുള്ള അർത്ഥത്തിൽ സ്വത്ത് അവകാശവുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ ഒന്നിച്ച് താമസിക്കുന്ന പശ്ചാത്തലത്തിൽ കൂട്ടുകുടുംബം എന്നതിനേക്കാൾ ജോയിന്റ് ഹൗസ് ഹോൾഡ് എന്ന പദമാണ് കൂടുതൽ അനുയോജ്യം എന്ന് ഏംഷ പറഞ്ഞു. അതായത് അതോടെ പറയാം, അതെന്താ പറഞ്ഞത്? ഈ കൂട്ടുകുടുംബം ആണ് ഇന്ത്യയുടെ ഒരു മെയിൻ ഇത് എന്നുള്ളതിനെ അദ്ദേഹം എതിർക്കാണ് ചെയ്തത്, അല്ലെ? അപ്പൊ ഇത് വേർതിരിവ് വേണമെന്ന് പറഞ്ഞു. ഗ്രഹം കുടുംബം തമ്മിൽ കൃത്യമായിട്ടുള്ളൊരു വേർതിരിവ്. ഇപ്പൊ നമ്മൾ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞു, കൂട്ടുകുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ താമസിക്കാന്ന് പറഞ്ഞു വെച്ചിട്ട്, ഉദാഹരണത്തിന് പുറത്തൊരാൾ പോവാണെങ്കിൽ ഒരിക്കലും എന്താണ്, അയാള് കൂട്ടുകുടുംബമായി തന്നെ ജീവിക്കുക, പക്ഷെ ഒരേ മേൽക്കൂരയ്ക്ക് കീഴിലാണോ താമസിക്കുക? അല്ല. അപ്പൊ ഇത് പരിഹരിക്കാനാണ് കൂട്ടുകുടുംബം എന്ന വാക്ക് നിയമപരമായിട്ടുള്ള അർത്ഥത്തിൽ സ്വത്ത് അവകാശവുമായി ബന്ധപ്പെട്ടാണ്. എന്നാൽ ഒന്നിച്ച് താമസിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ ഒരു കൂട്ടുകുടുംബം എന്നതിന് ഇപ്പൊ എല്ലാവരും കൂടെ ഒരുമിച്ച് താമസിക്കുക, ഇതിൽ അതിനെന്താണ് കൂട്ടുകുടുംബം എന്ന് പറയുന്നതിനേക്കാൾ മനസ്സിലാക്കുക ജോയിന്റ് ഹൗസ് ഹോൾഡ് എന്ന പദമാണ് കൂടുതൽ അനുയോജ്യം എന്നാണ് അദ്ദേഹം പറഞ്ഞത്, അല്ലെ? മനസ്സിലായോ? അതായത് ഒരാൾ ഒന്നിച്ച് താമസിക്കുന്നെങ്കിൽ കൂട്ടുകുടുംബം എന്നതിനേക്കാൾ അതിന് അനുയോജ്യമായിട്ടുള്ളത് ജോയിന്റ് ഹൗസ് ഹോൾഡ് എന്ന് പറയുന്ന ഒരു വാക്കാണ് എന്നാണ്. അതിന് അദ്ദേഹം പറയുന്ന ഡെഫിനിഷൻസ് ഗുജറാത്തിലെ രാധനജ് എന്ന ഗ്രാമത്തിൽ നടത്തിയ പഠനത്തിൽ ഷാ ഈ ഒരു ഹൗസ് ഹോൾഡിനെ നിർവചിക്കുകയും, അതായത് ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്,
ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ താമസിക്കുകയും ഒരൊറ്റ അടുക്കളയിൽ പാകം ചെയ്ത് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന ഒന്നോ അതിലധികമോ വ്യക്തികൾ അടങ്ങുന്ന ഒരു റെസിഡൻഷ്യൽ യൂണിറ്റ് ആണ്. റെസിഡൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരേ സ്ഥലത്ത് താമസിക്കാം. ഇവയെ പ്രാദേശികമായി ചൂള അല്ലെങ്കിൽ എന്താണ് ഗർ എന്ന് അറിയപ്പെടുന്നു. അതായത് അവര് ജസ്റ്റ് എന്താണ് നമ്മൾ നേരത്തെ കൂട്ടുകുടുംബത്തിനായിട്ട് നിർവചനം പറഞ്ഞില്ലേ, അതിനെ ജസ്റ്റ് ഒന്ന് ഹൗസ് ഹോൾഡ് ആക്കിയിട്ട് ഈ AMC എന്ത് ചെയ്യാണ്, റീഡിഫൈൻ ചെയ്യാണ്. അദ്ദേഹം പറയുന്നത് എന്താണ്, ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ താമസിക്കുകയും ഒരൊറ്റ അടുക്കളയിൽ പാകം ചെയ്ത ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന ഒന്നോ അതിലധികമോ വ്യക്തികൾ അടങ്ങുന്ന ഒരു റെസിഡൻഷ്യൽ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് യൂണിറ്റ് ആണ്. പ്രാദേശികമായിട്ട് ഇതിനെ അല്ലെങ്കിൽ ആ ഗുജറാത്തിൽ ഇതിനെന്താണ് ചൂള അല്ലെങ്കിൽ ഗർ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. എക്സ്റ്റൻഡഡ് ഫാമിലി, ജോയിന്റ് ഫാമിലി എന്നീ പദങ്ങൾ നിരസിക്കുകയും പകരം 3 പദങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തു. അത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ഈ ഒരു ജോയിന്റ് ഫാമിലി എന്ന് പറയുന്ന പദത്തെ അദ്ദേഹം ഒഴിവാക്കി. അതുപോലെ ജോയിന്റ് ഫാമിലി, അതുപോലെ മറ്റൊരു ഫാമിലി ടൈപ്പായിട്ട് നമ്മൾ പറയുന്നതാണ് എക്സ്റ്റൻഡഡ് ഫാമിലി. ഈ പദങ്ങളൊക്കെ അദ്ദേഹം ഒഴിവാക്കുകയും പകരം 3 പദങ്ങൾ ഉപയോഗിച്ചു. അതിലൊന്നാണ് എലമെന്ററി ഫാമിലി. എലമെന്ററി ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രാഥമിക കുടുംബം എന്ന് പറയും. അപ്പൊ ഷാന്റെ ഒരു കണ്ടുപിടുത്താണ് 3 ഇത് പറഞ്ഞു. അതിൽ ഒന്നാമത്താണ് എലമെന്ററി ഫാമിലി, പ്രാഥമിക. ഒരു പുരുഷൻ, അവന്റെ ഭാര്യ, അവരുടെ അവിവാഹിതരായിട്ടുള്ള മക്കൾ എന്നിവരടങ്ങുന്ന ഒരു യൂണിറ്റ് ആണ്. ഇപ്പൊ നമ്മൾ ന്യൂക്ലിയർ ഫാമിലിക്ക് പറയുന്ന ഡെഫിനേഷനാണ് അദ്ദേഹം എലമെന്ററി ഫാമിലിക്ക് കൊടുത്തത്. ഇതിലെന്താണ്, ദത്തെടുത്ത മക്കളും ആചാരപരമായിട്ടുള്ള മക്കളും പുനർവിവാഹം ചെയ്ത ഭാര്യയുടെ ആദ്യ വിവാഹത്തെ മക്കളൊക്കെ അവരൊപ്പം ഉണ്ടെങ്കിൽ ഉൾപ്പെടും. അപ്പൊ എലമെന്ററി ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷൻ, അവന്റെ ഭാര്യ, അവരുടെ അവിവാഹിതരായിട്ടുള്ള മക്കൾ എന്നിവരടങ്ങുന്ന ഒരു യൂണിറ്റ് ആണ്. ഇതിൽ ദത്തെടുത്ത മക്കളും ആചാരപരമായിട്ടുള്ള മക്കള്, അതുപോലെ പുനർവിവാഹം ചെയ്ത ഭാര്യയുടെ ആദ്യ വിവാഹത്തിലെ മക്കൾ. ഇപ്പോൾ ഭാര്യയെ റീമാരേജ് ചെയ്താണെങ്കിൽ അവർക്ക് അതിൽ മക്കളുണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു എലമെന്ററി ഫാമിലിയുടെ ഭാഗമായിട്ട് നമ്മൾ മുന്നേ ഈ ഒരു ഇതിന് പറഞ്ഞിരുന്ന ന്യൂക്ലിയർ ഫാമിലിക്ക് പറഞ്ഞ് ആരുതാണ്. രണ്ടാമതാണ് സിമ്പിൾ ഹൗസ് ഹോൾഡ്, ലളിതമായിട്ടുള്ള ഗ്രഹം. ഒരു പൂർണ്ണമായോ അല്ലെങ്കിൽ അപൂർണമായോ ഉള്ള ഒരു പ്രാഥമിക കുടുംബം അടങ്ങുന്ന ഒരു ഗ്രഹം. അതായത് അവിവാഹിതരായിട്ടുള്ള പെൺമക്കൾ വിവാഹം വരെ ഇതിന്റെ ഭാഗമാകും. ഇപ്പൊ ഷായെ സംബന്ധിച്ച് എന്താണ്, എലമെന്ററി ഫാമിലിയും സിമ്പിൾ ഹൗസ് ഹോൾഡും ഒന്നല്ല, ഒരു പൂർണ്ണ എലമെന്ററി ഫാമിലി ഒരുമിച്ച് താമസിക്കുന്നത് സിമ്പിൾ ഹൗസ് ഹോൾഡിന്റെ പലതരങ്ങളിൽ ഒന്നാണ്. അതായത് സിമ്പിൾ ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു പൂർണ്ണമായ അല്ലെങ്കിൽ അപൂർണമായോ ഉള്ള പ്രാഥമിക കുടുംബം അടങ്ങുന്ന ഗ്രഹം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു എലമെന്ററി ഫാമിലി പറഞ്ഞില്ലേ, അതിന്റെ പൂർണ്ണമായോ അല്ലെങ്കിൽ അപൂർണമായോ ഉള്ള പ്രാഥമിക കുടുംബം അടങ്ങുന്ന ഒരു ഗ്രഹമാണ് ഇത്. ഈ അപൂർണമായ സിമ്പിൾ ഹൗസ് ഹോൾഡുകൾക്ക് അദ്ദേഹം ചില ഉദാഹരണങ്ങൾ പറഞ്ഞു. നമ്മൾ അപൂർണമായതെന്ന് പറഞ്ഞാൽ വിധവയായ അമ്മയും അവിവാഹിതനായ മകനും മകളും തമ്മിൽ, ഭാര്യ മരിച്ച പിതാവും അവിവാഹിതനായ മകനും മകളും, കുട്ടികളില്ലാത്ത വിവാഹിതരായ ദമ്പതികള്, ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ, ഇവരൊക്കെ ഈ പറഞ്ഞ ഈ ഒരു ഇൻകംപ്ലീറ്റ് എലമെന്ററി ഫാമിലിന്റെ ഉദാഹരണമായിട്ട് പറയുന്നത്. അപ്പൊ രണ്ടാമത്തതാണ് സിമ്പിൾ ഹൗസ് ഹോൾഡ്, ഒരു പൂർണ്ണമായോ അല്ലെങ്കിൽ അപൂർണമായോ ഉള്ള പ്രാഥമിക കുടുംബം. പൂർണ്ണമായ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫസ്റ്റത്തെ എലമെന്ററി ഇതിൽ പറഞ്ഞല്ലോ അത്. എന്നാൽ അപൂർണമായ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം 4 ഉദാഹരണങ്ങളാണ് അതിന് പറഞ്ഞത്. വിധവയായ അമ്മയും അവിവാഹിതനായ മകനും. അപ്പൊ അച്ഛൻ മരിച്ച അമ്മയും ആരുത്, അച്ഛൻ മരിച്ചാലുള്ള വിധവ ആവുക അങ്ങനെ. രണ്ടാമത്താണ് ഭാര്യ മരിച്ച പിതാവും അവിവാഹിതനായ മകനും മകളും. മൂന്നാമത്താണ് കുട്ടികളില്ലാത്ത വിവാഹിതരായിട്ടുള്ള ദമ്പതികൾ. നാലാമത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ എന്നുള്ളതാണ്. ഓക്കെ, ഈ മൂന്നാമത്തെ ടൈപ്പ് അദ്ദേഹം പറയുന്നതാണ് കോംപ്ലക്സ് ഹൗസ് ഹോൾഡ്. സങ്കീർണമായിട്ടുള്ള, കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ സങ്കീർണം, ഒന്നിലധികം മാതാപിതാക്കളുടെ കുടുംബങ്ങളോ അല്ലെങ്കിൽ അവരുടെ ഭാഗങ്ങളോ ഒന്നിച്ച് താമസിക്കുന്ന രീതി. അതായത് ഒന്നിലധികം മാതാപിതാക്കൾ, ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരു പ്രാഥമികം എന്ന് പറഞ്ഞല്ലോ, അതേപോലെ ഒന്നിലധികം മാതാപിതാക്കളുടെ കുടുംബങ്ങളോ അല്ലെങ്കിൽ അവരുടെ ഭാഗങ്ങളോ ഒന്നിച്ച് താമസിക്കുക. ഒരു പുരുഷനും ഭാര്യയും മക്കളും അതോടൊപ്പം അദ്ദേഹത്തിന്റെ സഹോദരന്റെ ഭാര്യ, മക്കള് അല്ലെങ്കിൽ അവിവാഹിതരായിട്ടുള്ള സഹോദരി, മാതാപിതാക്കൾ എന്നിവരൊക്കെ ഒരുമിച്ച് താമസിക്കും. അതായത് എൻ്റെ ഒരു കുടുംബം, അതുപോലെ എൻ്റെ അച്ഛന്റെ ഏട്ടനെ അല്ലെങ്കിൽ ഏട്ടന്റെ കുടുംബം, അങ്ങനെ ഒന്നിലധികം കുടുംബങ്ങൾ, മാതാപിതാക്കളുടെ കുടുംബങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഭാഗങ്ങൾ താമസിക്കുന്നതിനാണ് കോംപ്ലക്സ് ഹൗസ് ഹോൾഡ് എന്ന് പറയാം. ഷായുടെ ഫീൽഡ് സ്റ്റഡിയിൽ സങ്കീർണമായ ഗ്രഹങ്ങള് ലളിത ഗ്രഹങ്ങളെക്കാൾ കുറവായിരുന്നു. ഇവയില് ഭൂരിഭാഗം മാതാപിതാക്കളും വിവാഹിതനായൊരു മകനും കുടുംബം അടങ്ങുന്നു. അപ്പൊ ഷാ കണ്ടെത്തിയിട്ടുള്ള ഫീൽഡ് സ്റ്റഡി നടത്തിയിട്ട് ഈ പറഞ്ഞ സങ്കീർണമായിട്ടുള്ള ഗ്രഹങ്ങള് ലളിത ഗ്രഹങ്ങളെക്കാൾ കുറവായിരുന്നു. ലളിത ഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിമ്പിൾ ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്,
എലമെന്ററി ഫാമിലി ആ കുറച്ച് പേര് മാത്രം അടങ്ങിയിട്ടുള്ളത്, അതിനേക്കാൾ കുറവായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ഇതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത്. അതുപോലെ മറ്റ് കോംപ്ലക്സ് ഹൗസ് ഹോൾഡ് തരങ്ങൾ. ഈ കോംപ്ലക്സ് ഹൗസ് ഹോൾഡിന്റെ വേറെയും ടൈപ്പുകൾ ഉണ്ട്. അതിൽ ഒന്നാണ് മാതാപിതാക്കളും വിവാഹിതരായ 2 അതിലധികമോ മക്കൾ. ഫസ്റ്റ് ഇതിൽ നമ്മൾ വിവാഹിതരായ മക്കളില്ല എന്ന് പറഞ്ഞതല്ലോ. അപ്പൊ ഇതിലെന്താണ് കോംപ്ലക്സ് ഹൗസ് ഹോൾഡിന് അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള ഇതാണ് മാതാപിതാക്കളും വിവാഹിതരായ 2 അതിലധികവും മക്കളും. രണ്ടാമത്തെ മാതാപിതാക്കളുടെ മരണശേഷം ഒന്നിച്ചു ജീവിക്കുന്ന വിവാഹിതരായ 2 അതിലധികമോ സഹോദരന്മാര്. മാതാപിതാക്കൾ മരിച്ചതിന് ശേഷം വിവാഹിതരായ 2 അതിലധികമോ സഹോദരന്മാര്. അങ്ങനെ 2 ടൈപ്പ് കോംപ്ലക്സ് ഹൗസ് ഹോൾഡിന്റെ ടൈപ്പുകളും അദ്ദേഹം പറയും. ഓക്കെ. പിന്നീട് AM ഷാ ഔദ്യോഗിക ബ്രിട്ടീഷ് ഭരണരേഖകള്, ശിലാലിഖിതങ്ങൾ എന്നിവയ്ക്ക് പുറമെ വംശാവലി പരിശോധിക്കുന്ന വഹിവഞ്ച ബാരട്ട് എന്ന ജാതിക്കാരിൽ നിന്നുള്ള വിവരങ്ങളും പങ്കാളിത്ത നിരീക്ഷണവും വഴി ഡാറ്റ ശേഖരിച്ചത് അദ്ദേഹം 18 തരം ഗ്രഹവ്യത്യാസങ്ങൾ കണ്ടെത്തി. 18 തരം ഗ്രഹവ്യത്യാസങ്ങൾ അദ്ദേഹം കണ്ടെത്തി. അതായത് ഈ 18 തരങ്ങൾ, അതായത് വ്യത്യസ്ത ടൈപ്പ് ഗ്രഹങ്ങളെ അദ്ദേഹം കണ്ടെത്തി. ഈ 18 തരത്തിൽ അദ്ദേഹം ഈ വഹിവഞ്ച ബരോട്ട് എന്ന് പറയുന്ന ജാതിക്കാരിൽ നിന്നാണ് പ്രധാനമായിട്ടും ഡാറ്റ ശേഖരിച്ചത്. അതിൽ നിന്നാണ് ഈ 18 തരം വ്യത്യസ്ത ഗ്രഹങ്ങൾ കണ്ടെത്തിയത്. ഈ 18 തരത്തില് ആദ്യത്തെ 12 തരങ്ങളും കോംപ്ലക്സ് ഹൗസ് ഹോൾഡ് ആയിരുന്നു. അത് 32 ആകെ കുടുംബങ്ങളുടെ 32%. ബാക്കിയുള്ള 6 തരങ്ങള് സിമ്പിൾ ഹൗസ് ഹോൾഡ് ആയിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ. ഓക്കെ. 18-ല് 12 ഏകദേശം 32% കോംപ്ലക്സ് ഹൗസ് ഹോൾഡിൽ പെട്ടതായിരുന്നു. ബാക്കിയുള്ള 6 തരങ്ങൾ, അതായത് ആളുകളുടെ എണ്ണം അനുസരിച്ച് നോക്കുമ്പോൾ ആകെ കുടുംബങ്ങളുടെ 68% ആളുകളും 6 ടൈപ്പ് ആണെങ്കിൽ പോലും 68% ആളുകൾ ഉണ്ടായിരുന്നു. അത് സിമ്പിൾ ഹൗസ് ഹോൾഡ് ആയിരുന്നു എന്നുള്ളതാണ്. ഇനി ജസ്റ്റ് അതിനെ അദ്ദേഹം പറയുന്നുണ്ട്. ഓരോ 18-നെ കുറിച്ച് പറയുന്നുണ്ട്. 5.2.1-ല് ഒന്നാമത്തെ ഘടന എന്ന് പറയുന്നത് വിവാഹിതരായ പുരുഷ സഹോദരന്മാര്, അവരുടെ ഭാര്യന്മാര്, അവിവാഹിതരായ സഹോദരന്മാര്, ഭർത്താവിന്റെ വിധവയായ അമ്മ തുടങ്ങിയവരുള്ള 6 ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. 6 പേര്, 6 കോംപ്ലക്സ് കാറ്റഗറിയിൽ വരുന്നതാണ്. പിന്നെ രണ്ടാമത്തെ വിവാഹിതനായ ഒരു പുരുഷനും അദ്ദേഹത്തിന്റെ 1 അതിലധികമോ സഹോദരികളും 5 കോംപ്ലക്സ് കാറ്റഗറിയാണ്. ആദ്യം കോംപ്ലക്സ് കാറ്റഗറി ആയിട്ട് പറയുന്നത്. മൂന്നാമത്തെ മാതാപിതാക്കളും വിവാഹിതനായിട്ടുള്ള ഒരു മകന് മാത്രമല്ല 28. നാലാമത്തെ മാതാപിതാക്കൾ, വിവാഹിതനായ ഒരു മകൻ, അവിവാഹിതരായ മക്കള് 26. അഞ്ചാമത്തെ മാതാപിതാക്കളും വിവാഹിതരായ 2 അതിലധികമോ മക്കളും 15. ആറാമത്തെ വിധവയായ മകളും അവളുടെ മക്കളും 5. അങ്ങനെ ഓരോന്നും അദ്ദേഹം പറയുന്നുണ്ട്. പിന്നീട് ഓരോന്നും ഡിഫൈൻ ചെയ്യണോ? ഓൾറെഡി അവിടെ പറയുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവും. ഈ ആദ്യത്തെ 12 വരെ എന്താണ് കോംപ്ലക്സ് ഹൗസ് ഹോൾഡിൽ പെട്ടത്. അതായത് ഇത് മനസ്സിലായോ? ഈ ആളുകളുടെ എണ്ണാണ് ഇതിൽ കൊടുക്കുന്നത്, ഓരോ അതും ഏതിലാണ് വരുന്നത് എന്നുള്ളത്. 13-മത്തെ ഒറ്റയ്ക്ക് താമസിക്കുന്ന പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ, അങ്ങനെ 34 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അതേതാണ് നമ്മൾ പറഞ്ഞ സിമ്പിൾ കാറ്റഗറിയിൽ, സിമ്പിൾ ഹൗസ് ഹോൾഡിൽ വരുന്നതാണ്. 14-മത്തെ സഹോദരനും സഹോദരി, അത് 1 ഉണ്ടായിരുന്നത് സിമ്പിൾ. 15 അമ്മയും അവിവാഹിതരായ മക്കളും 9. അങ്ങനെ 18 വരെയാണ് ഇതിൽ പറയുന്നത്. 12-മത്തെ എന്താണ് ഭർത്താവ്, ഭാര്യ, അവിവാഹിതരായിട്ടുള്ള മക്കള്, അതായിരുന്നു കൂടുതൽ 125. അപ്പൊ ഇതാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകള്. ഏകദേശം എന്താണ് 18 തരങ്ങളെ പറ്റിയാണ് അദ്ദേഹം, അതായത് അതിൽ 18-ല് 12 ടൈപ്പും 18 തരം ഗ്രഹവ്യത്യാസങ്ങൾ. ഈ ഗ്രഹവ്യത്യാസം എന്താന്ന് മനസ്സിലായോ? ഈ നമ്മൾ പറഞ്ഞില്ലേ ഗ്രഹത്തിന്റെ ഘടന എത്ര. ഫസ്റ്റ് എന്താണ് വിവാഹിതരായിട്ടുള്ള പുരുഷ സഹോദരന്മാര്, അവരുടെ ഭാര്യ, അവിവാഹിതരായ സഹോദരന്മാര്, ഭർത്താവിന്റെ വിധവയായ അമ്മ, ഇത് ഒരു തരം. രണ്ടാമത്തെ എന്താണ് വിവാഹിതനായ ഒരു പുരുഷനും അദ്ദേഹത്തിന്റെ 1 അതിലധികമോ സഹോദരൻ. അങ്ങനെ ഓരോ തരം, അങ്ങനെ 18 തരങ്ങളാണ് അദ്ദേഹം കണ്ടെത്തിയത്. അതിൽ 12 ഈ ഒരു പറഞ്ഞ കോംപ്ലക്സ് ഹൗസ് ഹോൾഡ് ആയിരുന്നു. ബാക്കിയുള്ള 6 ആയിരുന്നു ഈ സിമ്പിൾ ഹൗസ് ഹോൾഡിന്റെ ഭാഗമായിട്ട് വരുന്നത്. ഓക്കെ. പിന്നെ ഈ ഒരു ഹൗസ് ഹോൾഡ് ഡെവലപ്മെന്റ് സൈക്കിൾ എങ്ങനെയാ വെച്ചാല് പിതൃവഴി, ഈ അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞ ഈ ര്യാദഗ്നേജ് പ്രദേശത്ത് പുരുഷന്മാരുടെ പിതൃവഴി ഐക്യമാണ് നിലനിന്നത്. അതായത് നേരത്തെ പറഞ്ഞ പാട്രിയാർക്കൽ വാല്യൂ ആയിരുന്നത്. പെൺമക്കള് വിവാഹം വരെ മാത്രമേ ഗ്രഹത്തിൽ ഉണ്ടാവൂ. ആൺമക്കള് വിവാഹശേഷവും ഭാര്യയുമായിട്ട് ഒന്നിച്ച് ജീവിക്കുന്നു. മിക്ക കുടുംബങ്ങളും മരിച്ചുപോയ മകന്റെ അല്ലെങ്കിൽ ഭാര്യയെ, മക്കളെയും സംരക്ഷിക്കും. അപ്പൊ അവിടുത്തെ ഒരു ഇതാണ് പിതൃവഴി, ഒരു റെസിഡൻഷ്യൽ ഒരു ഇതായിരുന്നു ഉണ്ടായിരുന്നത്. ര്യാദഗ്നേജ് പ്രദേശത്ത് പുരുഷന്മാരുടെ ഒരു പിതൃ വഴിയുള്ള ഒരു ഇതാണ് നിലനിന്നിരുന്നത്.
പെൺമക്കള് വിവാഹം വരെ മാത്രമേ വീട്ടിലുണ്ടാവുള്ളൂ. വിവാഹം കഴിഞ്ഞാൽ അവര് അങ്ങനെ പോകും ഭർത്താവിന്റെ വീട്ടിൽ. ആൺമക്കള് വിവാഹശേഷം എന്താണ് ഭാര്യമാരുമായി ഒന്നിച്ച് ജീവിക്കുന്നു. മിക്ക കുടുംബങ്ങളും മരിച്ചുപോയ മകന്റെ അല്ലെങ്കിൽ എന്താണ് മരിച്ചുപോയ മകന്റെയും ഭാര്യയും മക്കളൊക്കെ സംരക്ഷിക്കുന്നു. പിന്നീട് ഈ ഗ്രഹങ്ങൾ എപ്പോഴും ഒരേ ഘടനയിൽ തുടരുന്നതല്ല. വിവാഹം, ജനനം എന്നിവയിലൂടെ ഒരു ലളിതമായിട്ടുള്ള ഒരു ഗ്രഹം വികസിക്കുകയും സങ്കീർണമായിട്ടുള്ള ഒരു ഘടനയിലേക്ക് പുരോഗമിക്കുകയും ചെയ്യും. അതായത് തുടക്കത്തിൽ എന്താണ് എപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സിമ്പിൾ ഹൗസ് ഹോൾഡ് തന്നെ ആയിരിക്കും. പിന്നീട് എന്താണ് വിവാഹം, ജനനം ഇതിലൂടെ വികസിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എന്താണ് സങ്കീർണമായിട്ടുള്ള ഒരു ഘടനയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ഈ പ്രധാനമായിട്ടും ഈ ഒരു ഇതിനെ സ്വാധീനിക്കുന്ന 3 ഘടകങ്ങൾ എന്ന് പറയുന്നത് അതിൽ പറയുന്നുണ്ട്. ഒന്ന് ഡെമോഗ്രഫിക് ഫാക്ടർ, ജനസംഖ്യാപരമായിട്ടുള്ള ഘടകങ്ങൾ, ജനനം, മരണം, പ്രായപൂർത്തിയാവൽ എന്നിവക്ക് പുറമെ വ്യക്തികളുടെ ലിംഗഭേദവും എണ്ണവും ഇതിൽ ഉൾപ്പെടും. അതായത് ജനസംഖ്യാപരമായിട്ടുള്ള ഘടകങ്ങളാണ് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഡെവലപ്മെന്റൽ പ്രോസസ്സിനെ സ്വാധീനിക്കുന്നത്. ജനസംഖ്യാപരമായ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ജനനം, മരണം, പ്രായപൂർത്തിയാവല്, ഇതൊക്കെ എന്താണ്? ഇതിന് പുറമെ വ്യക്തികളുടെ ലിംഗഭേദം എണ്ണൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു. രണ്ടാമത്താണ് സാമൂഹിക മാനദണ്ഡം, സെക്കൻഡ് ഫാക്ടർ. ബന്ധുക്കൾ ഒരു ഗ്രഹത്തിൽ എങ്ങനെ താമസിക്കണമെന്ന് നിർദ്ദേശിക്കുന്നത്, വ്യക്തമായിട്ടുള്ള സാമൂഹിക നിയമങ്ങളൊക്കെ. മൂന്നാമത്തെ ഇന്റർപേഴ്സണൽ റിലേഷൻസ്, കുടുംബാംഗങ്ങൾക്കിടയിലുള്ള പരസ്പര ബന്ധങ്ങളുടെ സ്വഭാവം. ഇതാണ് പ്രധാനമായിട്ടും ഈ ഒരു വികാസ പ്രക്രിയയെ സ്വാധീനിക്കുക. എന്താണ് വികാസ പ്രക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഗ്രഹങ്ങൾ എപ്പോഴും ഒരേ ഘടനയിൽ തുടരുന്നില്ല. വിവാഹം, ജനനം എന്നിവയിലൂടെ ഒരു ലളിതമായിട്ടുള്ള ഗ്രഹം വികസിക്കുകയും സങ്കീർണമായിട്ടുള്ള ഘടനയിലേക്ക് പുരോഗമിക്കുകയും ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ അതിനെ സ്വാധീനിക്കുന്ന 3 ഘടകങ്ങളാണ് ഈ പറഞ്ഞത്. ഒന്ന് ഡെമോഗ്രഫിക് ഫാക്ടർ, ജനസംഖ്യാപരമായിട്ടുള്ള ഘടകങ്ങൾ, മറ്റൊന്ന് സാമൂഹിക മാനദണ്ഡങ്ങൾ, വ്യക്തിബന്ധങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ കൂട്ടുകുടുംബങ്ങൾ തകർച്ചയിലാണ് എന്ന പൊതുവാദത്തെ ആംഷസ് തിരുത്തി. പൊതുവെ എന്താണ് കൂട്ടുകുടുംബം നമ്മളൊക്കെ പറയുന്നത് കൂട്ടുകുടുംബം, ജോയിന്റ് ഫാമിലി എന്ന് പറയുന്നത് തകർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വാദത്തെ അദ്ദേഹം എന്താണ് തിരുത്തുന്നുണ്ട്. ഓക്കെ, അതിലെന്താണ് പറയുന്നത്? ഒന്ന് ഉയർന്ന ജാതി അല്ലെങ്കിൽ മധ്യവർഗം. നഗരങ്ങളിൽ പാശ്ചാത്യവൽക്കരിക്കപ്പെട്ട ഉയർന്ന മധ്യവർഗ പ്രൊഫഷണലുകൾക്കിടയിൽ വ്യക്തി സ്വാതന്ത്ര്യത്തിനായി കൂട്ടുകുടുംബങ്ങൾ തകർന്ന് അടുകുടുംബങ്ങളാവുന്നത്. അതായത് ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, ഇപ്പൊ നഗരമേഖലകളിലൊക്കെ ഈ കൂട്ടുകുടുംബങ്ങളെക്കാൾ ആളുകൾ ഈ സ്വാതന്ത്ര്യം മറ്റൊക്കെ വ്യക്തി സ്വാതന്ത്ര്യം. ഇപ്പൊ ഈ ജോയിന്റ് ഫാമിലി ഒന്നും എന്താണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അവിടെയൊക്കെ എന്താ വെച്ചാല് ഈ ഒരു കൂട്ടുകുടുംബങ്ങളെ തകർന്ന് അണുകുടുംബങ്ങളാവുന്നുണ്ട്. പരമ്പരാഗതമായി സ്വത്തവകാശവും സംസ്കൃത മത രീതികളും ഉള്ളതുകൊണ്ട് തന്നെ ഇവരില് കൂട്ടുകുടുംബങ്ങള് ശക്തമായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, മറ്റൊന്ന് താഴ്ന്ന ജാതി ഗോത്ര വിഭാഗങ്ങള്. പരമ്പരാഗതമായി താഴെ തട്ടിലുള്ള ജാതിക്കാരിലും ഗോത്ര വിഭാഗങ്ങളിലും വിവാഹശേഷം മാറി താമസിക്കുന്ന ലളിതമായിട്ടുള്ള രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ആധുനിക സാമൂഹിക സാമ്പത്തിക മാറ്റങ്ങൾ കാരണം ഈ താഴെത്തട്ടിലുള്ള ജനവിഭാഗങ്ങൾ ഇപ്പോൾ ഒന്നിച്ച് താമസിച്ച് കൂട്ടുകുടുംബങ്ങളായിട്ട് മാറാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് അദ്ദേഹം ഈ കൂട്ടുകുടുംബ തകർച്ചയിലാണെന്ന വാദത്തെ തിരുത്താൻ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ്. ഒന്ന് ഉയർന്ന ജാതി അല്ലെങ്കിൽ മധ്യവർഗത്തിൻ്റെതും താഴ്ന്ന ജാതി ഗോത്ര വിഭാഗങ്ങളാണ്. താഴ്ന്ന ജാതിയിൽപ്പെട്ടവരല്ലെങ്കിൽ ഗോത്ര വിഭാഗങ്ങൾ എന്താണ് പരമ്പരാഗതമായി താഴെത്തട്ടിലുള്ള ജാതിക്കാരിലും ഗോത്ര വിഭാഗങ്ങളിലും വിവാഹശേഷം മക്കള് മാറി താമസിക്കുക അല്ലെ. ഇപ്പൊ നമ്മളെ ഇടയിലൊക്കെ കാണുന്നതാണ്. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ വീടെടുത്ത് മാറി താമസിക്കുക എന്ന രീതിയായിട്ടുണ്ടായിരുന്നു. എന്നാൽ ആധുനിക സാമൂഹിക സാമ്പത്തിക താഴെയുള്ള ജനവിഭാഗങ്ങൾ ഇപ്പോൾ ഒരുമിച്ച് താമസിച്ച് കൂട്ടുകുടുംബങ്ങളായിട്ട് മാറി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ കൂട്ടുകുടുംബങ്ങൾ തകർച്ചയിലാണ് എന്നൊരു വാദം ഏകപക്ഷീയം തെറ്റാണ്. ഭൂരിഭാഗം ഇന്ത്യക്കാരിലും കൂട്ടുകുടുംബം ജീവിതം ശക്തമായിട്ട് നിലനിൽക്കും. ഇപ്പൊ നമ്മളിപ്പോ ഈ അദ്ദേഹം പറഞ്ഞൊരു കൺസെപ്റ്റ് ആണ് നമ്മളെ വീടുകളിലൊക്കെ സംഭവിക്കുന്നത്. നമ്മൾ വീട് ചിലപ്പോൾ മാറുന്നുണ്ടാവും, പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഏറെക്കുറെ എങ്ങനെയായിരിക്കും ഈ ഒരു ജോയിന്റ് ഫാമിലി സിസ്റ്റം പോലെ തന്നെ ആയിരിക്കും അല്ലെ. അതാണ് അദ്ദേഹം പറയുന്നത്. നാടോടികൾ, സ്ഥിരമായ ഒരു വീട്ടിൽ താമസിക്കാത്ത നാടോടികളെയും ഷാ പരിഗണിച്ചു. വീടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ബന്ധുത്വത്തിലൂടെയും വിവാഹത്തിലൂടെയും രൂപപ്പെടുന്ന ഒരു ആഭ്യന്തര കൂട്ടായ്മയെ നമുക്ക് എന്ത് ചെയ്യാം, ഹൗസ് ഹോൾഡ് എന്ന് വിളിക്കാം. ഒരേ വീട്ടിൽ താമസിക്കണം എന്നില്ല, വീട് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഇല്ലെങ്കിലും ബന്ധത്വത്തിലൂടെയും വിവാഹത്തിലൂടെയും രൂപപ്പെടുന്ന ആഭ്യന്തര കൂട്ടായ്മയെ ഹൗസ് ഹോൾഡ് എന്ന് വിളിക്കാമെന്നാണ് പറയുന്നത്. പരമ്പരാഗത സാഹിത്യങ്ങളെ ആധുനിക കുടുംബങ്ങളിലെ മാറ്റങ്ങൾ പഠിക്കാൻ നേരിട്ട് ഉപയോഗിക്കുന്നതിന് ഷാ സംശയത്തോടെയാണ് കണ്ടത്. അതായത് നമ്മൾ ഈ പറഞ്ഞ ഇൻഡോളജി ഇല്ലേ,
ഈ ഇൻഡോളജിക്കൽ സാധനങ്ങളെ ആധുനിക കുടുംബങ്ങളിലെ മാറ്റങ്ങളെ പഠിക്കാൻ ഉപയോഗിക്കുന്നതിന് അദ്ദേഹത്തിന് അത്ര വലിയൊരു താല്പര്യമില്ലായിരുന്നു. കാരണം പഴയ സാഹിത്യങ്ങളിൽ കുടുംബം, ഗ്രഹം എന്നിവ തമ്മിൽ വേർതിരിവില്ലാതിരുന്ന കുടുംബതരങ്ങളുടെ എണ്ണത്തെ കുറിച്ചുള്ള ഡാറ്റ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ ഷാ തന്റെ പഠനങ്ങളിൽ മൈക്രോ മാക്രോ കാഴ്ചപ്പാടുകളെ സമന്വയിപ്പിച്ചു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത്. ചെറിയൊരു ഭാഗമാണ്. പ്രധാനമായിട്ടും 3 കൺസെപ്റ്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് അതിനെ കുറിച്ചത് മനസ്സിലാക്കുക. അദ്ദേഹം പ്രധാനമായിട്ടും എന്താണ്, സ്ട്രക്ചറൽ ഫംഗ്ഷനിസത്തിന്റെ ചരിത്ര വിരുദ്ധതയെ എതിർത്തു. ചരിത്രപരമായി സോഷ്യോളജി, ഫീൽഡ് വർക്ക്, പങ്കാളിത്ത നിരീക്ഷണം ഇത് ഉപയോഗിച്ചാണ് അദ്ദേഹം കാര്യങ്ങൾ ചെയ്തത്. അദ്ദേഹത്തിന്റെ ഹൗസ് ഹോൾഡ് ആ ഒരു സംഗതിയെ അദ്ദേഹം മാറ്റിമറിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം 3 കൺസെപ്റ്റുകളാണ് പകരം കൊണ്ടുവന്നത്. എലമെന്ററി ഫാമിലി, സിമ്പിൾ ഹൗസ് ഹോൾഡ്, കോംപ്ലക്സ് ഹൗസ് ഹോൾഡ്. എലമെന്ററി ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താണ്, ഭർത്താവ്, ഭാര്യ, അവരുടെ അവിവാഹിതരായിട്ടുള്ള മക്കൾ എന്നിവരടങ്ങുന്നൊരു പ്രാഥമിക യൂണിറ്റ്. രണ്ടാമത്താണ് സിമ്പിൾ ഹൗസ് ഹോൾഡ്, പൂർണ്ണമായോ അപൂർണമായോ എലമെന്ററി ഫാമിലി. അത് ഈ അപൂർണമായിട്ടുള്ളത് ഏതാന്നുള്ളത് നമ്മൾ പറഞ്ഞു. മൂന്നാമത്താണ് കോംപ്ലക്സ് ഹൗസ് ഹോൾഡ്, ഒന്നിലധികം മാതാപിതാക്കളുടെ കുടുംബങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്നത്. പിന്നെ 18 വേരിയേഷൻസ് നമ്മൾ പറഞ്ഞു, 18 ടൈപ്പ്. അതിൽ 12ഉം കോംപ്ലക്സ് ആയിരുന്നു, 6 സിമ്പിൾ ആയിരുന്നു എന്നുള്ളത്. പിന്നെ ഈ ഒരു ഡെവലപ്മെന്റൽ സൈക്കിൾ, വിവാഹം, ജനനം വഴി കുടുംബങ്ങൾ വളരുകയും മരണം, പിരിയലൊക്കെ വഴി കുടുംബങ്ങൾ ചെറുതാവുകയും ചെയ്യുന്നു. ഇതിനുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ജനസംഖ്യാപരമായും സാമൂഹ്യ മാനദണ്ഡങ്ങൾ, വ്യക്തിബന്ധങ്ങളൊക്കെയാണ്. പിന്നീട് എന്താണ്, ജോയിന്റ് ഫാമിലി സിസ്റ്റം തകരുന്നതിനെ കുറിച്ചാണ് പിന്നീട് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ഓക്കെ ആണോ? ഓക്കെയാണ് സർ. ക്ലിയർ ആയിട്ടുണ്ടോ? എനിക്ക് എത്രത്തോളം ഫസ്റ്റത്തെ ഒരു സുഖം ഇല്ലല്ലോ, അത് ഇങ്ങനെ അവസാനം എത്തുമ്പോഴത്തേനും ഇങ്ങനെ ഒരു ഇതാവുന്നില്ല. പക്ഷെ നമുക്ക് ഇങ്ങനത്തെ പറയാൻ പറ്റുള്ളൂ. സാർ ഇമ്പോർട്ടന്റ് ഭാഗങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തന്നെ ഒരു പ്രാവശ്യം ഒന്ന്. ഇമ്പോർട്ടന്റ് അങ്ങനെ പറയാൻ പറ്റൂല നമുക്ക്. എല്ലാം ഇമ്പോർട്ടന്റ് തന്നെയാണ്. സാറ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ, അപ്പൊ അറിയാം. അല്ലേ, കാലിക്കറ്റിന്റെ ഇതും വ്യത്യാസമുണ്ട്, മനസ്സിലായോ? കാലിക്കറ്റിന്റെ പറഞ്ഞാല് ഏകദേശം ഒരേ പാറ്റേണിൽ പോകുന്നതാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കാം. പരീക്ഷയ്ക്ക് പഠിക്കാൻ ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? വേറെ ഏതെങ്കിലും ഭാഗം ക്ലിയർ ആവാത്തുണ്ടെങ്കിൽ ഒന്ന് പറയും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അത് തുറന്നു പറഞ്ഞോളൂ. ഓക്കെ ആണോ? കൊറേയൊക്കെ സാധാരണ ഞാൻ നോട്ട് എഴുതാറുണ്ടായിരുന്നു, പ്രാവശ്യം കൈകൊണ്ട് വയ്യ, അതുകൊണ്ട് എഴുതിയിട്ടില്ല. അതുകൊണ്ടുള്ള ഒരു പ്രശ്നമുണ്ട്. ടെക്സ്റ്റ് കിട്ടിയാൽ ഓക്കെ ആവുമായിരിക്കും. അതെ, ടെക്സ്റ്റ് ഇല്ലാതെ നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. അത്ര ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നില്ല സാറ് പറയുമ്പോൾ, കുറച്ച് സിമ്പിൾ ആയിട്ടാ തോന്നുന്നത്. സിമ്പിൾ തന്നെയാണ്. അത്ര വലിയൊരു നിങ്ങള് സൈക്കോളജിക്കൽ അങ്ങനെ നോക്കുന്ന അത്ര വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഇതിന് ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, വേറെ എന്തെങ്കിലും? സാർ ഇത്രയേ ഉള്ളൂ ഈ ടെക്സ്റ്റിലത്? അല്ല, ഇനി ഒരു യൂണിറ്റും ഒരു ബ്ലോക്കും പാടുണ്ട്. ഓക്കെ, നാളെ 10 മണിക്കല്ലേ? ഓക്കെ, വേറെ ഒന്നുമില്ലല്ലോ. കൺക്ലൂഡ് ചെയ്യാം. ആളുകൾ വളരെ കുറവാണേ. ഓക്കെ സർ, താങ്ക് യു. ഇത് ഇപ്പോഴും നടന്നു വരുന്ന കാസ്റ്റ് വ്യവസ്ഥകളും അതൊക്കെ തന്നെയല്ലേ ഇതിൽ കൂടുതലും വരുന്നത്? അതെ, ഈ പാഠത്ത് ഏറെക്കുറെ ഈ പുസ്തകത്തിൽ അത് തന്നെ. പക്ഷെ ഓരോരുത്തരുടെ കൺസെപ്റ്റ് അനുസരിച്ച് ചില മാറ്റങ്ങൾ ഉണ്ടാവും. അതാണ് നമ്മൾ പറഞ്ഞത്. നിങ്ങൾ എല്ലാം നോട്ട് ചെയ്ത് ചെറിയ സംശയം ഉണ്ടെങ്കിൽ നാളെ ലാസ്റ്റ് ക്ലാസ് ആണ്, അതിൽ ചോദിക്കാം കേട്ടോ. ശരി, ഗുഡ് നൈറ്റ് സർ. താങ്ക് യു.